എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച അർത്ഥം ഇതാണ്: ഒരു മനുഷ്യനെയും ലജ്ജിക്കാൻ അനുവദിക്കരുത്. നല്ല കള്ളൻ, അതെന്ത് പ്രയോഗമാണത്? നല്ല മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്ന പോലെയാണ് നല്ല കള്ളൻ. ഞാൻ ആദ്യമേ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പറയേണ്ടതായിരുന്നു. എൻ്റെ ഈ സെഷൻ്റെ എസൻസ് എന്ന് പറയുന്നത് അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷമാണ്. ഞാൻ കണ്ട ക്രൈസ്റ്റിൻ്റെ ഒരു ഹ്യൂമൻ വാല്യൂ എന്നെ വല്ലാതെ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട്. എന്നിരുന്ന് പ്രിപ്പയർ ചെയ്തൊരു കോണ്ടന്റാണ് സ്നേഹത്തെ കുറിച്ചിട്ട്. ആ മനുഷ്യൻ എനിക്ക് ജോലി വരെ ഒപ്പിച്ച് തന്നേനെ. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ എന്നെ ഇങ്ങനെ ഫൂളാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചതെങ്കിൽ മാപ്പ്. നമ്മളൊക്കെ എവിടെയൊക്കെയോ നമ്മളിലെല്ലാവരിലും ഒരു ആടുതോമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ. നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ ഉള്ളിലൊരു തോമസ് ചാക്കോയെ കണ്ടെത്താൻ പറ്റുന്ന ആരൊക്കെയോ ആണ്. നിന്റെ കൂടെ നിനക്കുവേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് 3 പ്രാവശ്യം തന്നെ എനിക്ക് അവൻ അറിയുകയും കൂടിയില്ല എന്ന് പറയുന്നത് ലൈവ് കണ്ടപ്പോൾ ബൈബിളിൽ പറയുന്ന അവൻ പിന്നീട് പോയി മാറത്തടിച്ച് കരഞ്ഞു എന്നാണ്. എന്നെ ഇതിനകത്തേക്ക് തള്ളിയിട്ട ദൈവത്തോട് എനിക്ക് എന്ത് പ്രാർത്ഥന? അയാൾ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ, മേ ബി ഗോഡ് നീഡ്സ് അവർ ഹെൽപ്പ്. ഒരിക്കലും പുറത്തിറങ്ങിയപ്പോൾ അയൽവക്കത്തുള്ളൊരു ടീച്ചർ, ഞാൻ മാത്സ് പഠിപ്പിച്ചൊന്നും നിനക്ക് എഴുതാൻ പറ്റിയില്ല. വേറെ കൂട്ടുകാർ ചോദിച്ചു, നിനക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ചൊന്നും ഒരു സഹായമായിരുന്നില്ലടാ. പൊതുവെ നമ്മളെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോഴാണ് നമ്മൾ തിരക്കേടില്ലാത്തൊരു മനുഷ്യനാണ് തോന്നുന്നത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടത് കാണിക്കണമായിരുന്നു. യുവതലമുറയെ സ്വാധീനിക്കുന്ന ചെറുപ്പക്കാരെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കണേന്നുള്ളത്. ഒന്ന് സീറ്റിന് ഭയങ്കര കുഷനാട്ടോ, കുഴിയിലിരിക്കണ പോലെ. ഇതിനു മുമ്പ് ഇരുന്ന് ആരില്ല അത് പറഞ്ഞോ? എന്നെ കുഴി ചടിക്കാൻ വെച്ചാണോ അറിയില്ല. ഇനി ഇരുന്നിങ്ങനെ സംസാരിച്ചും ശീലം കുറവാണ്. ഞാൻ നിന്ന് സംസാരിച്ചാൽ എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്ന് ടോക്കിന് പ്രിപ്പയർ ചെയ്ത് എന്താ എന്നോട് വിളിച്ച് ചോദിച്ചു, ഈ പ്രോഗ്രാമിന് വരുമ്പോൾ സാർ, ഞാൻ ചോദിച്ചൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. പറഞ്ഞു സാർ നമ്മൾ ടോക്ക് സെഷൻ എന്നൊരു കാറ്റഗറിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചു ഒരു ടൈറ്റിൽ വേണം പ്രോഗ്രാമിനെന്ന്. അപ്പോൾ ഞാൻ സിനിമാ തിയേറ്ററിലായിരുന്നു, പെട്ടെന്നൊന്നും വന്നില്ല. ഞാൻ സ്നേഹം കാമം ഭ്രാന്ത് അങ്ങോട്ട് പറഞ്ഞു. അതാണ് ഈ ടൈറ്റിൽ. ഞാൻ എഴുതിയ ബുക്കിൻ്റെ പേരാണ് സ്നേഹം കാമം ഭ്രാന്ത്. നമ്മളുടെ ടൈറ്റിൽ കൊടുക്കുകയും ചെയ്തു. ഇനി എന്ത് സംസാരിക്കുന്നുള്ളതാണ്. ഞാനൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരാൾ ഒരുപാട് തവണ കണ്ടാൽ, ഒരുപാട് തവണ കേട്ടാൽ, ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മെല്ലെ അയാളെ വെറുത്തു തുടങ്ങും. അതങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് സൗബിൻ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരുടെ അടുത്ത് പറഞ്ഞാൽ ഉള്ളിലെ വിഗ്രഹമൊക്കെ ഉടയുന്നുള്ളൂ. എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനുള്ളൂ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇത് കഴിഞ്ഞിപ്പോൾ KLF-ൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റ് വരുന്നുണ്ട്, നമ്മൾ പുസ്തകം എഴുതുന്നുണ്ട്, ആർജയായിട്ട് സംസാരിക്കുന്നുണ്ട്. യു ഹാവ് ബീൻ ടോക്കിംഗ്. നിങ്ങൾ ഇത്രയും പേര് വന്നിരുന്നതിൽ എനിക്കിവിടെ മറ്റേ പിഷാരടിച്ചറിൻ്റെ സെഷൻ്റെ ഒരു സ്പിൽ ഓവറും കൂടിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ എന്ത് പറയാനാണ്? പക്ഷെ ഇന്നും ഇരുന്ന് ഉച്ചവരെ ഇരുന്ന് ഞാൻ പൊതുവെ അങ്ങനെ ടോക്കൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. നമുക്കൊരു ഐഡിയ വെച്ചങ്ങ് പറയുകയാണ്. ഇതൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നിയമസഭയുടെ ഒരു പരിപാടിയാണ്, ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാനിങ്ങനെ ഇന്നിരുന്ന് പ്രിപ്പയർ ചെയ്തൊരു കോണ്ടൻ്റാണ് സ്നേഹത്തെ കുറിച്ചിട്ട്. ഞാൻ ന്യൂ ഇയറിന് മുമ്പ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര പ്രോഗ്രാമിന് വന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, കനകക്കുന്ന് പാർക്സ് നീ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, അവിടെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഹെഡ്സെറ്റും ഒരു മാസ്കും വെച്ചു. ഇനി ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞാൽ അത് പ്രശ്നമാവണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ നോക്കുമ്പോൾ തിരുവനന്തപുരം മുഴുവൻ അന്ന് കനകക്കുന്ന് പാലസിലുണ്ടായിരുന്നു. എവിടെ തിരിഞ്ഞാലും മനുഷ്യർ. അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. QR കോഡ് വെച്ച് ഗൂഗിൾ പേ ചെയ്ത് ടിക്കറ്റ് എടുത്തു. ഞാൻ മാസ്ക് ഊരിയില്ല, ഹെഡ്സെറ്റ് വെച്ചു. ഞാൻ നടന്നു പോകുന്ന ആൾക്കൂട്ടത്തിൽ തനിയെ നമ്മൾ ആരാലും തിരിച്ചറിയപ്പെടാണ്ട് വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ പോകുന്നു. കുറച്ചധികം ഇപ്പോൾ മാസ്ക് ഭയങ്കര നമുക്കൊരു സഫോക്കേഷൻ. ഞാൻ ഈ മാസ്ക് ഊരി ഒരു ബെഞ്ചിലിരുന്നു. അവിടെ കുറേ ബെഞ്ചുകളുണ്ട്. അവിടെ സെക്യൂരിറ്റി ചേട്ടൻ നിലത്ത് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇവിടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ വെറുതെ നമ്മളിങ്ങനെ കോണ്ടന്റ് അന്വേഷിച്ച് നടക്കുന്ന ഒരുത്തനാണല്ലോ. ഞാൻ ഹായ് ചേട്ടാ. ഹായ്. എല്ലാ ദിവസവും തിരക്കുണ്ടോ? പിന്നെ ഭയങ്കര തിരക്കാണ് എല്ലാ ദിവസവും.
മോൻ എവിടെ നിന്നാ? ഞാൻ കൊച്ചിയിൽ നിന്നാണ്. എന്ത് ചെയ്യുന്നു? കാരണം എനിക്കിപ്പോൾ ജോലിയില്ല. ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു. ഒരു 7 മാസം മുമ്പ് ഞാൻ ജോലി വിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല. അയ്യോ ജോലിയില്ലേ? അയ്യോ അപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അപ്പോൾ ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ അതിങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സെക്യൂരിറ്റി പണി താല്പര്യമുണ്ടോ? എന്നോട് ആ മനുഷ്യൻ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഷിഫ്റ്റായിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. എനിക്കിവിടെ കൃത്യ സ്ഥലത്ത് കിട്ടി. കനകുന്നുപാറ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി, വാളയത്തിലോട്ട് അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ കുറച്ച് അവരങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത് ഒരമ്മയും കുഞ്ഞും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ പുസ്തകം വായിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ ഭയങ്കര ഫാനാ. അപ്പോൾ ഈ 5ാം ക്ലാസ്സുകാരനോ? അതേന്നേ, സാറിൻ്റെ ദൈവത്തിൻ്റെ ചെകുത്താന്മാർ ഞാനാണ് അവന് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം ഞാൻ അതേത് പുസ്തകം? ഞാൻ എഴുതിയ ദൈവത്തിൻ്റെ ചാരന്മാരാണ്. പക്ഷെ നമ്മളിങ്ങനെ ആ അമ്മച്ചിയുടെ ആൻറ്റി ഇവിടെ ഒന്നേണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. പോകും ആൻറ്റി നല്ല സുന്ദരിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചെകുത്താന്മാർ അവർ അതെ 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 മോൻ. അപ്പം ഈ പുള്ളി എന്നിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കോൺവെർസേഷൻ തുടർന്നു. പുള്ളി പറയും കല്യാണം കഴിച്ചോന്ന് വെച്ചാൽ എന്നോട്. ഞാൻ പറയും കല്യാണം കഴിച്ചില്ല. അത് കെട്ടണം മോനെ, അതെന്തായാലും കെട്ടണം, നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് കെട്ടണം. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ? നമുക്ക് ഈ മനുഷ്യന്മാരൊന്നും അറിയില്ലല്ലോ. ഈ വരുന്ന പെൺകുട്ടി ഒരു പിശാചാണെങ്കിൽ, ഇതെൻ്റെ ലാംഗ്വേജ് അല്ല, അദ്ദേഹം പറഞ്ഞാണ്, ഭയങ്കര മോശപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന സ്വത്തെങ്കിലും നമുക്കിടയിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കും. ഇപ്പോൾ കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ, വീട്ടുകാർ അത്യാവശ്യം ആ പൈസയെങ്കിലും ഉണ്ടല്ലോ, അത് മോൻ സൂക്ഷിക്കണം. ആളുകൾ പല ഫിലോസഫിയും പറയും. അപ്പോൾ ഒരു യങ് ക്രൗഡ് ഓടി ഒന്ന് സെൽഫി എടുക്കുന്നു. അപ്പോൾ അയാൾ എന്നെങ്കിലും നോക്കുന്നു. മെല്ലെ അയാൾ നടന്നിങ്ങനെ പോകുന്നെങ്കിൽ കാണാം. ഞാൻ എൻ്റെ സെൽഫി എടുക്കുമ്പോൾ ഞാൻ നോക്കണം, എനിക്ക് കോൺവെർസേഷൻ കണ്ടിന്യൂ ആണ്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയണമായിരുന്നു സാർ, ഞാൻ മനഃപൂർവ്വം എനിക്കൊന്നും എൻ്റെ കൗതുകം കൊണ്ടാണെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. ആ മനുഷ്യനിങ്ങനെ തൊപ്പി വെച്ചിട്ട് വേഗം നടന്നിങ്ങനെ പോയി. ഈ സെൽഫിയെല്ലാം കഴിഞ്ഞാൽ അയാൾ മുഴുവൻ അന്വേഷിച്ചു, അവിടെ ഞാൻ കണ്ടില്ല. മേ ബി ഹി ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ്. ചിലപ്പോൾ ആ മനുഷ്യന് ഞാൻ ഇത്ര നേരം പൊട്ടനാക്കപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും. സ്നേഹം എന്ന വാക്കിന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച അർത്ഥം ഇതാണ്: ഒരു മനുഷ്യനെയും ലജ്ജിക്കാൻ അനുവദിക്കരുത്. നെവർ എവർ allow someone to bow their head in humiliation. മകൻ മാർക്ക് കുറഞ്ഞു വരുമ്പോൾ ഒച്ചയെടുത്ത് അവൻ്റെ തല കുനിയാൻ അനുവദിക്കരുത്. നിങ്ങളൊരു ബോസ് ആണെങ്കിൽ എംപ്ലോയർ വർക്ക് ചെയ്തില്ല, പബ്ലിക്കിൽ എല്ലാവരും മുമ്പിൽ വെച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അവൻ്റെ തല താഴാൻ അനുവദിക്കരുത്. മനുഷ്യൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നതാണ് സ്നേഹം എന്നാണ് ഞാൻ കണ്ടെത്തിയ കണ്ടെത്തൽ. ആ മനുഷ്യൻ എനിക്ക് ജോലി വരെ ഒപ്പിച്ച് തന്നേനെ. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളെ എന്നെ ഇങ്ങനെ ഫൂളാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചതെങ്കിൽ മാപ്പ്. അയാളിനി ഞാൻ മൂലം ഇനി ആരെയും സഹായിക്കാൻ നിൽക്കണം, നമ്മൾ വരുന്ന കോമാളിയാവും. ആരുടെ മുമ്പിൽ അദ്ദേഹം കോമാളിയായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു പൊട്ടനാവുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വാക്ക് തന്നെ, തല കുനി അനുവദിക്കരുത് ഒരാളുടെ. ഞാൻ ഈ ഇടയായിട്ട് ബൈബിൾ ഒന്നും കൂടി വായിച്ചുകൊണ്ടിരിക്കുക. പേരിൽ ജോസഫ് എന്നാണ്, നമുക്കറിയാം, ക്രിസ്ത്യനാണ്. ഈ അത്ഭുതങ്ങൾ നടത്തുന്ന ക്രിസ്തുവിനെയും വിട്ട്, രക്ഷകനായ ക്രിസ്തുവിനെയും വിട്ട് ഞാൻ വെറുതെ എൻ്റെ 36 വീണ്ടും ഒന്ന് ബൈബിൾ വായിച്ചു തുടങ്ങി. പുതിയ നിയമമായി ക്രിസ്തു വന്ന് കൂടെ നടന്ന് ചെയ്ത കാര്യങ്ങൾ വെറുതെ ഒന്ന് വായിക്കുകയായിരുന്നു. ഞാൻ കണ്ട ക്രൈസ്റ്റിൻ്റെ ഒരു ഹ്യൂമൻ വാല്യൂ എന്നെ വല്ലാതെ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് പോയിന്റ് അതാണ്: ലവ് നെവർ ഹ്യൂമിലിയേറ്റ് ദി അതർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജീസസിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ ജീസസിലെ ദൈവം എന്നുള്ള എലിമെൻറ്റ് നിങ്ങളങ്ങ് വിട്ടുകളാ. അതൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 12 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ 12 ഫ്രണ്ട്സിനെയും കൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണോട്ടോ, ആരെയും ചതിക്കരുത്, ആരെയും തള്ളിപ്പറയരുത്, ശത്രുവിനെ പോലും സ്നേഹിക്കണോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിനെ കൂടെ കൊണ്ടു നടക്കുന്നു. അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഇവൻ ദൈവപുത്രനാണെന്ന രീതിയിൽ തന്നെ വിശ്വസിപ്പിക്കുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു. ഒടുവിൽ ഈ മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ ഒപ്പം ആയിരിക്കുമ്പോൾ പീറ്റർ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം, എനിക്ക് ഭയങ്കര സ്നേഹമാണ് നിന്നെ, നിനക്ക് വേണ്ടി ചാവാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. ക്രിസ്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളിങ്ങനെ പേടിച്ച് ഒളിക്കാൻ ശ്രമിക്കേണ്ടായിരുന്നു. ഒരു വേലക്കാരി പെണ്ണ് വന്നിട്ട്
പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ആ ജീസസിൻ്റെ ഒപ്പം നടക്കണവനല്ലേ? പത്രോസ് പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് അയാൾ അറിയില്ല. കുറച്ച് നേരം ഇപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു പടയാളി ചോദിക്കുന്നുണ്ട്, നീയും ആ നസ്രായൻ ക്രൈസ്റ്റിൻ്റെ കൂടെ നടക്കണം അവൻ്റെ ഫ്രണ്ടല്ലേ? എനിക്ക് അയാൾ അറിയ പോലും ഇല്ല, താൻ എന്തോ പറയണേ. മൂന്നാമത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളൊരു പെൺകുട്ടി, ഒരു സാധാരണ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തുവിൻ്റെ സുഹൃത്തല്ലേ? ഞാൻ പലതവണ എനിക്ക് അയാൾ അറിയില്ല എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ക്രിസ്തുവിൻ്റെ കണ്ണുകൾ പത്രോസിൻ്റെ കണ്ണുകളെ കണ്ടുമുട്ടുന്നു. നിന്റെ കൂടെ നിനക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് 3 പ്രാവശ്യം തന്നെ എനിക്ക് അവൻ അറിയാൻ കൂടിയില്ല എന്ന് പറയുന്നത് ലൈവ് കണ്ടപ്പോൾ ബൈബിളിൽ പറയുന്ന അവൻ പിന്നീട് പോയി മാറത്തടിച്ച് കരഞ്ഞു എന്നാണ്. പത്രോസ് എന്തുകൊണ്ടായിരിക്കാം കരഞ്ഞത്? ഞാൻ ചിന്തിച്ചു പോയി. ഇതെൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. ക്രൈസ്റ്റ് നോക്കിയിട്ടുണ്ടാവും, ഒരു നിമിഷം പോലും കുറ്റപ്പെടുത്തി കാണില്ല, ഇത്ര പറഞ്ഞു കാണും, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സാറില്ല, പോട്ടെ. പത്രോസ് കരഞ്ഞ് തൻ്റെ ഇവിടുന്ന് ഒരു കണ്ണുനീര് ചാലൊഴുകിയെന്നാണ് പറയുന്നത്. തന്നെ തള്ളിപ്പറഞ്ഞവനെ പോലും സാറില്ല, നിൻ്റെ അവസ്ഥ കൊണ്ട് നീ പറഞ്ഞോയതായിരിക്കും, തല താഴല്ലേ എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ. പിന്നെയും അതിലൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ ഇവിടെ ഒരു കള്ളനും ഇവിടെ ഒരു കള്ളനും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഈ വലതുവശത്തുള്ള കള്ളനൊരു സ്പെഷ്യൽ പേരുണ്ട്. എന്താ? നല്ല കള്ളൻ. അതെന്ത് പ്രയോഗമാണത്? നല്ല മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്ന പോലെയാണ് നല്ല കള്ളൻ. 3 പേരെയും കുരിശിൽ തറച്ചേക്കാം. ഇപ്പുറത്തും കള്ളനുണ്ട്, ഇപ്പുറത്തും കള്ളനുണ്ട്. ഇപ്പുറത്തെ കള്ളൻ, ലെഫ്റ്റിലെ കള്ളൻ ഇങ്ങനെ ഒച്ചയെടുക്കണ്ടേ, കുറ്റം പറയുന്നുണ്ട്, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വലതുവശത്തെ കള്ളൻ പറയുന്നു, ഈശോയെ ഞാനിത് ഡിസർവ് ചെയ്യുന്നതാണ് ഈ കുരിശുമരണം, എനിക്കറിയാം നീ ഇത് ഡിസർവ് ചെയ്യുന്നതല്ല. എല്ലാവരും പറയുന്നു നീ ദൈവപുത്രനാണെന്നൊക്കെ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഇഫ് യു ആർ ഗോഡ്, നിങ്ങൾ ദൈവമാണെങ്കിൽ ഇന്ന് അങ്ങ് സ്വർഗത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം, എന്നെയും കൂടി കൺസിഡർ ചെയ്യാൻ പറ്റൂ, എന്നെയും കൂടി, എനിക്ക് കൂടി ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു എൻട്രി കിട്ടുമോ? ക്രൈസ്റ്റ് അയാൾ വിചാരണ ചെയ്യുന്നില്ല. നീ എന്ത് തെറ്റ് ചെയ്തതിനാണ് ഈ വന്ന് കിടന്നത്? നീ മോഷ്ടിച്ച സാധനങ്ങൾ, ആ വീട്ടിലെ ആളുകളുടെ സങ്കടം, അവരെന്തോരം നഷ്ടം സഹിച്ചേണ്ട, ഇതൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ഏറ്റു പറഞ്ഞപ്പോൾ ഒറ്റ വാക്കാണ്, ഡിയർ സൺ യു വിൽ ബി ഇൻ ഹെവൻ വിത്ത് മീ ടുനൈറ്റ്. തെറ്റ് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിയ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചപ്പോൾ അയാൾ പറയുന്നു, ഇറ്റ്സ് ഫൈൻ, യു വിൽ ബി ഇൻ ഹെവൻ. ഞാൻ എന്നോടൊരു ഓരോ ദൈവത്തിൽ നിന്നും ഓരോന്ന് എടുക്കാൻ പറഞ്ഞാൽ ക്രൈസ്റ്റിൽ നിന്ന് ഞാൻ എടുക്കാൻ പോവുക. ആ മനുഷ്യനെ ഡിഫെൻഡ് ചെയ്ത രീതിയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ അയാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. ഇയാളാണ് ഈ ഫുൾ ടൈം സ്നേഹം എന്ന് പറയുന്നത്, ദൈവപുത്രനാണെന്ന് പറയുന്നു. അപ്പോൾ ചോദിച്ചു, നീ ദൈവപുത്രനാണെന്നല്ല പറഞ്ഞു, ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലണോ കൊല്ലണ്ടേ? ഞാൻ ആ കാണുന്ന വിഷ്വൽ ഇങ്ങനെയാണ്. ആ പെൺകുട്ടി ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ മാറ്റി പുറകിലിരുത്തിയിട്ട് ആ മനുഷ്യൻ വട്ടം കയറി എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ പാപമൊന്നും ചെയ്യാത്തവരായത്തെ കല്ലെറി, നിങ്ങളിൽ ഇതുവരെ ഒരു പാപവും ചെയ്ത ആരെങ്കിലും ഇങ്ങനെ കല്ലെറി? ഞാൻ എഗ്രി ചെയ്യുന്നു. എല്ലാവരും കല്ല് നിലത്തിലിട്ട് തിരിച്ചുപോയി. ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അയാളുടെ മുമ്പിൽ വീഴുന്നു, ഗുരു ഞാൻ പാപിയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, നിന്നെ കല്ലെറിയാൻ വന്നവരൊക്കെ എവിടെ മോളെ? അവരൊക്കെ പോയി. ഞാനും നിന്നെ വിധിക്കാൻ നിൽക്കണില്ല, മേലിൽ ഈ റൂട്ട് പിടിക്കരുത്, ചേഞ്ച് ദ ട്രാക്ക്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് ദൈവം എന്ന് പറയുന്ന ആ മനുഷ്യന് പൊറുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കള്ളനോട് സാരമില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, പൊന്നുപോലെ കൊണ്ടു നടന്നിട്ടും പിന്നീന്ന് കുത്തിയ തള്ളിപ്പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടിനെ സാരമില്ലടാ എന്നൊരു ദൈവത്തിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, വൈ കാൺട്ട് വി? എന്തുകൊണ്ട് നമുക്കിങ്ങനെ മനുഷ്യർക്ക് മാപ്പ് കൊടുത്തുകൂടാ? സ്ഫടികം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ഫടികം സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോയ്, തോമസ് ചാക്കോ, ബ്രില്യൻ ബോയ്. അപ്പൻ്റെ സ്വപ്നം അവൻ മാത്സിലെ പുലി ആവണമെന്നാണ്. അതുകൊണ്ട് അവനെ കെട്ടിയിട്ട് സ്റ്റൂളിൻ്റെ അടിയിലോട്ട് തല്ലി തല്ലി തല്ലി
ആ തോമസ് ചാക്കോയിൽ നിന്ന് ആടുതോമയെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് അയാളുടെ അപ്പൻ ചാക്കോ മാഷാണ്. പെങ്ങടെ കല്യാണത്തിന് ഈ തോമേനെ വിളിക്കുന്നില്ല, മകനെ വിളിക്കുന്നില്ല. അവസാനം ഒരു മീഡിയേറ്റർ വിളിച്ചിട്ട് പള്ളിയിലച്ഛൻ്റെ സ്ഥലത്ത് വന്നിട്ട്, മാഷേ അവനെ കല്യാണം വിളിക്കി, ഈ വരുന്ന 16-ാം തീയതി എൻ്റെ മകൾ ജാൻസിയുടെ വിവാഹമാണ്, എൻ്റെ വീട്ടിൽ സദ്യ, സൗകര്യം നീ സംബന്ധിക്കാം, പച്ചമരണ്ട് ഒലക്ക. അങ്ങനെ ആടുതോമ കരഞ്ഞ് റേബാൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കണ്ണുനീര് വരുന്ന രംഗമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് ഈ കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പം മോഹൻലാൽ തൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ആൾ കൊടുത്ത പെർഫ്യൂമും കൊണ്ട് ഈ കെട്ടാൻ പോണ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് പറയാണ്, നിൻ്റെ സെൻറ്റ് എൻ്റെ പെങ്ങക്ക് വേണ്ട. അപ്പം ഇവൻ അശോകൻ്റെ കാര്യം നോക്കണ്ട, എന്ത് പറ്റി? അപ്പം ഈ അശോകൻ്റെ അപ്പം പറയുന്നുണ്ട്, നമുക്ക് പറ്റിയ ബന്ധമല്ല മോനെ ഇത്, ഒരു തേപിടിച്ചിയുടെ കൈയും പിടിച്ച് നടന്ന സഹോദരൻ്റെ പെങ്ങളെ നമ്മൾ കല്യാണം കഴിക്കണോ? അശോകൻ ഒന്ന് പോയി അപ്പച്ച, ഞാൻ കെട്ടുന്നത് അവളെയാണെങ്കിൽ അവളെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. എന്നിട്ട് ഈ തോമായോട് ഫസ്റ്റ് പറയുന്ന ഡയലോഗ് ഇതാണ്, ഞാൻ വീട്ടിൽ വന്നിരുന്നു, ആ യന്ത്രമണി ഞാൻ കണ്ടു, മിടുക്കൻ, നിങ്ങൾ ബ്രില്യൻ്റ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം അയാൾക്കും അറിയാം, ദിസ് മാൻ വാസ് എ ബ്രില്യൻ്റ് ബോയ്, സംബഡി മെയ്ഡ് ആൻ ആടുതോമ ഔട്ട് ഓഫ് എ തോമസ് ചാക്കോ. അപ്പോൾ തോമയിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഡയലോഗ് എന്താണ്? ഉശിരുള്ള ഒരു ആൺകുട്ടി ഈ ഭൂമിയിലുള്ളത് ഞാൻ മാത്രമാണെന്നാണ് കരുതിയത്, എനിക്കത് തെറ്റി. പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ജാൻസിയും ഭർത്താവായ അശോകൻ ആദ്യം പോകുന്ന എവിടേക്കാണ്? ഇവർ ചീട്ട് കളിക്കുന്ന സ്ഥലത്തേക്കാണ്. ജാൻസിയുടെ ഹസ്ബൻഡ് സ്യൂട്ടും കോട്ടും ഇട്ടപ്പോൾ തോമ അളിയൻ കൊടുത്ത മുണ്ട ആദ്യം എടുത്ത് കൊടുത്തത്. എല്ലാവരും ഒരാളെ ആടുതോമ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഒരു മനുഷ്യന് വിവേകമുണ്ടെന്ന് അയാളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനകത്തൊരു ക്ലാസിക് ഡയലോഗില്ലേ, കരടി ഭാഷ കൊടുത്ത് ഇതിൽ എൻ്റെ നെക്ലസ് മുക്കിക്കളയല്ലേ എന്നൊരു ഡയലോഗുണ്ട്. നമ്മളൊക്കെ എവിടെയൊക്കെയോ നമ്മളിലെല്ലാവരിലൊരു ആടുതോമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ. നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ ഉള്ളിലൊരു തോമസ് ചാക്കോയെ കണ്ടെത്താൻ പറ്റുന്ന ആരൊക്കെയോ ആണ്. എൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്, ലവ് നെവർ ഹ്യൂമിലിയേറ്റ് ദി അതർ. ലവ് നെവർ, ക്ലാസ് ടീച്ചർ പറയണല്ലേ, ലവ് നെവർ ഹ്യൂമിലിയേറ്റ് അതർ, ലവ് നെവർ ഹ്യൂമിലിയേറ്റ് എനി വൺ. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ പിന്നെ എനിക്കതൊക്കെ പറയാം. ഞാൻ ആദ്യമേ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണെങ്കിൽ പറയേണ്ടതായിരുന്നു. എൻ്റെ ഈ സെഷൻ്റെ എസൻസ് എന്ന് പറയുന്നത് അമ്മയെ തല്ലിയാൽ 2 പക്ഷമാണ്. ഞാനിങ്ങനെ പറഞ്ഞാൽ പിന്നെ എല്ലാവരോടും പിന്നെ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് പക്ഷത്ത് നിൽക്കാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ ഒരു കള്ളനോട് അങ്ങോട്ട് ക്ഷമിക്കുകയല്ലേ? ക്ഷമിക്കാൻ പറ്റുന്നുള്ളൊരു ലെഫ്റ്റിലേക്ക് തിരിയുക, പറ്റാത്ത റൈറ്റിലേക്ക് തിരിയുക, നിങ്ങൾ അപ് ടു യു. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. എനിക്ക് സത്യമാണ്, നിങ്ങൾക്ക് സത്യമാണെന്നില്ല. ഇനി ലവിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, യു ക്യാൻ ഡിഫെൻഡ് ഈവൻ ഗോഡ് എന്നുള്ള, ദൈവത്തിൻ്റെ തല പോലും താഴാതെ നമുക്ക് നോക്കാം. അത് കുറച്ച് ഡീപ്പാണോ, ഇങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ തല, നിങ്ങൾ എത്തേയിസ്റ്റ് ആയിട്ടുള്ളവരുണ്ടാവും അതിനകത്ത്. ഇപ്പം നിങ്ങൾ ദൈവം സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ തല ദൈവത്തിന് ചിലപ്പോൾ നാണം കെട്ടി തല ആട്ടുമ്പോൾ സാറില്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. രാമനും ലക്ഷ്മണനും കാട്ടിലൂടെ പോവാ. നായാട്ട് കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് അമ്പും വില്ലും ഇങ്ങനെ ഒരു പൊത്തിലേക്ക് ഇങ്ങനെ വെക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അനിയൻ ലക്ഷ്മണൻ പറയാണ്, ചേട്ടാ അങ്ങ് അമ്പ് വെച്ചതൊരു തവളയുടെ വായുടെ ഉള്ളിൽ കൂടെയാ. ഞാൻ 2 സെഷൻ ഉണ്ടെന്ന് അവിടെ ഇവിടെ. അനിയൻ ലക്ഷ്മണൻ പറയാണ്, ചേട്ടാ അങ്ങ് ഈ അമ്പ് വെച്ചത് ഒരു തവളയുടെ വായക്കൂടെയാണ്. രാമൻ ചോദിക്കുന്നുണ്ട് ആ തവളയോട്, നീ എന്തുകൊണ്ട് ഒച്ചയെടുത്തില്ല, നീ എന്തുകൊണ്ട് കരഞ്ഞില്ല? അപ്പം തവള പറയുന്നുണ്ട്, രാമ, മറ്റുള്ളവരെന്നോട് അനീതി ചെയ്യുമ്പോൾ, മറ്റുള്ളവരെന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് രാമ രാമ എന്നാണ്. ആ രാമൻ തന്നെ എന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ആരോട് പ്രാർത്ഥിക്കും? ആ ഫ്രോഗ് എന്ന റെപ്രസെൻറ്റേഷനാണ് ദൈവത്തിന് അബദ്ധം പറ്റാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ടാറ്റു ഓഫ്
ടാറ്റൂവിസ്റ്റ് ഓഫ് ഓഷ്വിച്ച് എന്നൊരു വെബ് സീരീസ് ഉണ്ട്, ഒരു പുസ്തകം, അത് വെബ് സീരീസായി. ഓഷ്വിച്ച് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ 1.1 മില്യൺ ആളുകളെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു. ആ കൊല്ലാനുള്ള ഒരു ക്യൂവിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ടാറ്റു ഇട്ട് കൊടുക്കും, നമ്പർ 4250 5250. അവനാണ് ടാറ്റൂയിസ്റ്റ്. അയാൾ സർവൈവ് ചെയ്തിട്ട് അയാൾ എഴുതിയ പുസ്തകമാണ്. ഈ നരകയാതനയുടെ ഇടയിൽ ഒരാൾ മറ്റൊരാൾ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും. ഇതിൻ്റെ നടുക്കുന്നിട്ട് എന്ത് പ്രാർത്ഥന? എന്നെ ഇതിനകത്തേക്ക് തള്ളിയിട്ട ദൈവത്തോട് എനിക്ക് എന്ത് പ്രാർത്ഥന? അപ്പം അയാൾ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ, മേ ബി ഗോഡ് നീഡ്സ് അവർ ഹെൽപ്പ്. ചിലപ്പം നമ്മുടെ ദൈവം പെർഫെക്റ്റ് ആയിരിക്കില്ല, അയാൾക്ക് നമ്മുടെ സഹായം വേണമെങ്കിലോ. രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞ അതേ തവളയുടെ വായിലേക്ക് അമ്പ് കുത്തിയിറക്കുമ്പോൾ നിശബ്ദനായി ഞാൻ എല്ലാ നേരവും നിൻ്റെ പേര് വിളിച്ച് കരയുമ്പോൾ നീ തന്നെ എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ആരെ വിളിക്കും? ഇറ്റ്സ് ഫൈൻ. ആ തവള പറയുന്ന ഐ കൺസിഡർ ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. എളുപ്പമല്ലോട്ടോ ഒന്ന് മനസ്സിലാക്കാൻ, നല്ല ഹോംവർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് വലിയൊരു വേദന ഉണ്ടായിട്ട് അതിനൊരു അനുഗ്രഹമായി കാണും. ശരിയാട്ടോ, എളുപ്പമാണ്, എനിക്കറിയില്ല. പക്ഷേ നിങ്ങളങ്ങനെ ട്രാവൽ ആത്മാവിൽ നടത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സെമിനാരിൽ പോയിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഗുരുക്കന്മാരിൽ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ച ഒരച്ഛനുണ്ട്. ഒരച്ഛൻ ഡോക്ടറേറ്റ് എടുത്തത് പോലും വൈഷ്ണവ ഫിലോസഫിയിലാണ്, ഒരു ക്രിസ്ത്യൻ അച്ഛൻ. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജോസഫേ, പ്രാർത്ഥനയിൽ ശരണാഗതി എന്നൊരു ഇന്ത്യൻ ഫിലോസഫി കോൺസെപ്റ്റ് ഉണ്ട്. ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ദൈവമേ നീ പറയുന്ന പോലെ, നീ അനുവദിച്ചത്, നീ മൂലം വന്നത്, എല്ലാത്തിനെയും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ വേദനകളെയൊക്കെ എങ്ങനെയാണ് കണ്ണും പൂട്ടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? ബോറടിക്കുന്നുണ്ടോ? എനിക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ബറീഡ് തോട്ട്സ് എന്നാണ്. ബറീഡ് തോട്ട്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ളവർ കൈവക്കാവോ? ദൈവത്തിൻ്റെ ചാരന്മാർ വായിച്ചിട്ടുള്ളവർ? സ്നേഹം കാമം ഭ്രാന്ത് എന്നെ ആദ്യമായിട്ട് കാണുന്നവർ? വാവ്, അത് കലക്കിട്ടോ. ഒന്നല്ലേ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊട്ടനാണെന്ന്. ഈ 2 ഫീഡ്ബാക്കേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു സെഷൻ കഴിഞ്ഞു? ബറീഡ് തോട്ട്സ് പുസ്തകം എഴുതി ഞാൻ 27-ാമത്തെ വയസ്സിൽ. സെൽഫ് പബ്ലിഷ്ഡ് ആയിരുന്നു. ബുക്ക് ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ DC ബുക്സ് അതിനെടുത്തു. പിന്നീട് ബുക്ക് തിരക്കേടിലാണ് വിറ്റഴിയാൻ തുടങ്ങുന്നു. എനിക്കൊരു ഫീഡ്ബാക്ക് വരുന്നു, ചേട്ടാ കഥകളൊക്കെ അടിപൊളി. ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്യായിരുന്നു, ചേട്ടൻ അപ്പനെക്കുറിച്ച് ആ ബുക്കിലുണ്ട്, അമ്മയെക്കുറിച്ചുണ്ട്, രണ്ടാമത്തെ അരുണിനെ കുറിച്ചുണ്ട്, ആദർശ് ചേട്ടനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, പേര് പോലും ഇല്ലല്ലോ. എൻ്റെ മൂത്ത ചേട്ടൻ ആദർശ്. ഞാൻ ആലോചിച്ചപ്പോൾ സത്യമാണ്, എൻ്റെ മൂത്ത ചേട്ടനെ കുറിച്ചൊരു വാക്കുപോലും ആ പുസ്തകത്തിലില്ല. ഒരിക്കൽ പുറത്തിറങ്ങിയപ്പോൾ അയൽപക്കത്തുള്ളൊരു ടീച്ചർ, ഞാൻ മാത്സ് പഠിപ്പിച്ചൊന്നും നിനക്ക് എഴുതാൻ പറ്റിയില്ല. അവർക്ക് പോലും സങ്കടം. ഇത്രയും നന്നായിട്ട് അവനെ 5-ാം ക്ലാസ്സോടെ 7-ാം ക്ലാസ് വരെ മാത്സ് പഠിപ്പിച്ചിട്ട് എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതിയില്ല. വേറെ കൂട്ടുകാർ ചോദിച്ചു, ഇപ്പം നിനക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ചൊന്നും ഒരു സഹായമായിരുന്നില്ലടാ. ഒരു ബുക്ക് എഴുതിയപ്പോൾ നമ്മൾ പിന്നെ കുറ്റവാളിയാവാൻ തുടങ്ങി. അപ്പോഴാണ് നോക്കുമ്പോൾ സ്വന്തം ചേട്ടനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. എൻ്റെ മൂത്ത ചേട്ടൻ ആദർശ് ഒരിക്കൽ പോലും എന്നോട് എന്തേടാ നീ എന്നെക്കുറിച്ചൊന്നും എഴുതാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ അനിയത്തി ഒരു പുസ്തകം എഴുതുന്നു, നിങ്ങൾ മാത്രം ആ പുസ്തകത്തിലില്ല, അയൽവക്കത്തെ ജോർജ് ഏട്ടൻ ഉൾപ്പെടെ ഉണ്ട്. നിങ്ങൾ എത്ര പേര് ചോദിക്കാതിരിക്കും? ദൈവത്തിൻ്റെ ചാരന്മാർ അടുത്ത പുസ്തകം ഇറങ്ങാൻ പോകണത് ഒരു ചാപ്റ്റർ മെയിൻ ആദർശിനെ കുറിച്ചിട്ടായിരുന്നു. അവസാനം ഞാൻ എഴുതി, ഈ അധ്യായം ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ മൂത്ത ചേട്ടൻ ആദർശിന്. ദൈവത്തിൻ്റെ ചാരന്മാർ ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് 6 വർഷമായി. ഇതുവരെ പുള്ളി അതും വായിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നീ എന്നെക്കുറിച്ച് ആ സാധനം എഴുതിയതടാ, നീ
കാരണം പുള്ളിയൊക്കെയാണെന്നുള്ളത്, പുള്ളി ഒരു എത്തയിസ്റ്റാണ്. ഹി ഡസൻ ബിലീവ് ഇൻ ഗോഡ്. ഏറ്റവും നല്ല മനുഷ്യൻ കുടുംബത്തിലെ ആദർശാണ്. ചേച്ചീനെ പള്ളി കൊണ്ടാക്കും, ആ പള്ളി കൊണ്ടാക്കും, ചൂടുണ്ടെങ്കിൽ അകത്ത് കയറും. അകത്ത് ഒരു എതിർപ്പില്ല. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അപ്പം ചേട്ടൻ വന്നിരിക്കും, സുരസനായ ചേട്ടൻ ചെല്ലാം ഒന്നുണ്ടാകാൻ കേൾക്കണമേ. ബട്ട് ഹി ഡസൻ ബിലീവ്. ബട്ട് ഈസ് എ ഗ്രേറ്റ് ഹ്യൂമൻ. നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയാലൊക്കെ ഓടിക്കയറാൻ പറ്റുന്ന മനുഷ്യൻ ആദർശാന്ന് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഒന്നാലോചിക്കണം, സ്വന്തം മനുഷ്യൻ എഴുതിയ പുസ്തകം ബെസ്റ്റ്സെല്ലറാവുന്നു, അവനിങ്ങനെ എല്ലാവരും പോസ്റ്റൊക്കെ ഇട്ട് നടക്കുന്നു. അവൻ എൻ്റെ ചേട്ടനോട് എത്ര പേര് ചോദിച്ചു കാണും, എടാ ആദർശേ നിന്നെക്കുറിച്ച് എന്തി അവനൊന്നും എഴുതാ. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. ഗ്രേസിനെ കുറിച്ചൊന്നും എഴുതിയില്ലല്ലോ, നീ അത്രയും വൃത്തിയായിട്ടവളായതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു കാലത്ത് എൻ്റെ ചേട്ടൻ എനിക്ക് ചമ്മലാണ്. ഈ വീഡിയോ യൂട്യൂബിൽ വരും, പുള്ളി അത് കാണും, ചോദിക്കില്ല ഇതെന്തെങ്കിലും അപ്ലോഡാണ് ചേട്ടാ, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. കാരണം എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ അടുത്തുള്ളവർ, നീ എന്ത് എൻ്റെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ഇടാന്നേന്ന് വെച്ചാൽ എന്നെ ഒച്ചയെടുക്കുമ്പോൾ മൈ ഓൺ ബ്ലഡ് ജസ്റ്റ് അപ്രീഷിയേറ്റ് മീ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് എനി കംപ്ലൈൻറ്റ്സ്. ആ മനുഷ്യൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ ബറീഡ് തോട്ട്സ് ഇറങ്ങിയ സമയത്ത് ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന, ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റും, മൈ ബ്രദേഴ്സ് ബുക്ക് സോൾഡ് 500 കോപ്പീസ് ടുഡേ, about my brother's book in New Indian Express. അതിലൊന്നും ആ മനുഷ്യനില്ല. സ്നേഹം ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതിന് ചങ്കിൽ നിന്ന് ഞാൻ പറഞ്ഞ ആദർശനെ കുറിച്ചിട്ടാണ്. അകലെ നിന്നും ഒരു പരാതിയുമില്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യൻ. ചേട്ടൻ എന്നെ സഹായിക്കുകയാണ്. ചേട്ടൻ്റെ കുടുംബത്തിലെ അവൻ സെലിബ്രിറ്റി ആയിട്ടുള്ള അനിയൻ, അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള അനിയൻ, ഞാൻ പോലും അവൻ്റെ തല താഴരുത്. നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും എൻ്റെ ചേട്ടനെ പോലെ ചിന്തിക്കാൻ? നമുക്ക് ചിന്തിച്ച് നോക്കിക്കൂടെ? അരമണിക്കൂർ കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞു ഇങ്ങനെ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ്. ഇപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയാണ് സത്യം. സന്തോഷമാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ BGM ഇട്ട സ്റ്റാറ്റസിലൂടെ കാണേണ്ടി വരും. ഞാനല്ലോട്ട് ഈ സ്റ്റാറ്റസിൽ BGM ഒക്കെ ഇടുന്നത്. ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അടുത്തൊരു പയ്യൻ വന്ന് പറഞ്ഞതാ, ചേട്ടനൊക്കെ എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. എന്തേ? ചേട്ടന് സങ്കടം വന്നാൽ ചേട്ടൻ്റെ തന്നെ വീഡിയോ ഇരുന്ന് കണ്ടാൽ പോരെ. നമ്മളിങ്ങനെ അതെ വെരി ട്രൂ. എനിക്ക് സങ്കടം വരും, ഞാൻ എടുത്തിട്ട് നമസ്കാരം, ഞാൻ ജോസഫ് വീഡിയോസ്. എന്തൊരു ആശ്വാസം. ഇത്രയും മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഇപ്പോൾ എന്നെ അനൗൺസ് ചെയ്ത സിലു എന്ന് പറഞ്ഞ ലേഡിയോട് ഞാൻ പറഞ്ഞു, മോട്ടിവേഷണൽ സ്പീക്കർ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? എഴുതിപ്പോയി. ഹീസ് എ റിനൗൺഡ് മോട്ടിവേഷണൽ സ്പീക്കർ. അമ്മേ, ഞാൻ പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന കഥകളാണ്. ഇപ്പം ഞാൻ എൻ്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കുറവുകളെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. ശ്രദ്ധിച്ചോ? മനുഷ്യൻ്റെ കുറവുകളാണ്, അതിനെ കുറവല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് മനുഷ്യർ. ലുലുമാളിൽ ഒരിക്കൽ ഇതുപോലെ നമ്മളൊന്നല്ല ഈ മമ്മൂട്ടി മോഹൻലാലും പോലെ ഫേമസ് ആവണം, അല്ലെങ്കിൽ ഒട്ടും ഫേമസ് ആവും. ഇതിൻ്റെ ഇടയിൽ പെട്ടാണ്ടല്ലോ, ഭയങ്കര അവസ്ഥയാണ്. എനിക്ക് ലുലുമാളിൽ ഇങ്ങനെ ആയിരുന്നു, ഒരു തട്ടോട്ടൊരു ഉമ്മച്ചി ബാപ്പച്ചി അവരുടെ മോള് ഒന്ന് പിന്നെ അയാളങ്ങനെ ഞാനിങ്ങനെ കവറും പിടിച്ച് വയ്ക്കുകയാണ്. എനിക്കറിയാം എൻ്റെ അടുത്ത് വരുമെന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വരുമെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും വാ എന്ന് പറയില്ലല്ലോ. നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇരുന്നിട്ട് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോളൂ. സെൽഫി എടുക്കുന്നു. എന്നിട്ട് അവരെന്തോ അവിടെ പറഞ്ഞു വെക്കുന്നു. തിരിച്ച അപ്പനും അമ്മയും ആ മോളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയത് ഇയാൾ പറയാണ്, എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ ഒപ്പം സെൽഫി എടുക്കുന്നത്? അപ്പം നമ്മളിങ്ങനെ നിൽക്കുക ഇതും പിടിച്ചിട്ട്, കണ്ടി കണ്ടവർ. ഒരിക്കലും പോലെ ചേച്ചി പറഞ്ഞു, അത് ചിലത് നമ്മളിങ്ങനെ ആംഗ്യഭാഷയാണ് അല്ലേ? എന്ത്
നിങ്ങൾ മൊബൈലിൽ വരാറില്ലേ? ഞാനിങ്ങനെ ഒന്ന് മൊബൈലിൽ കയറാം. മൊബൈൽ വരാറില്ലേ? വരാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി, തനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ആദ്യമൊക്കെ നമ്മളെഹം തന്നെ തിരിച്ചറിയാത്തത്. എൻ്റെ അപ്പച്ചൻ എന്നിൽ ഈ വിഷമേറ്റുള്ള കുത്തിവെച്ച എൻ്റെ അപ്പനാണ്. നീ സെലിബ്രിറ്റിയാണ്, സെലിബ്രിറ്റി. അപ്പന് ഞങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു. അപ്പൻ്റെ കൂടെ പണ്ട് പഠിപ്പിച്ച ഒരു അധ്യാപകൻ വരുന്നു. ജോസാറിൻ്റെ മക്കളൊക്കെ, മൂത്തവൻ ആദർശ് ബ്രിസ്ബനിലാണ്, രണ്ടാമത്തൻ അരുൺ ഓസ്ട്രേലിയയിലാണ്, മൂന്നാമത്തെ ജോസഫ് അന്നംകുട്ടി ജോസ്. കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അല്ല, ഈ ആള് ഫേമസ് ആണ്. എൻ്റെ നിങ്ങളൊക്കെ അതെ ഫേമസ്. സാർ ഞാൻ RJ ആയിരുന്നു, 2 ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഓക്കെ. വണ്ടി കയറുമ്പോൾ അവന് പണ്ട് കുറച്ച് ബോധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി നാളെ തമിഴുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കണ്ട, ഒന്ന് ഹ്യൂമിലേറ്റഡ് ആവട്ടെ. എപ്പോഴും ഒരു ഹ്യൂമിലിയേഷൻ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ 2023 എന്ന് പറയുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് അടി കിട്ടിയൊരു വർഷമാണ്. അടി. എല്ലാവരും ഞാൻ സ്നേഹിക്കപ്പെട്ടിട്ടുള്ളൂ. ഇളയ മകനായിരുന്നു, എപ്പോഴും 2 ചേട്ടന്മാർ കൊണ്ടു നടക്കും. ജോസാറിന് അനു ടീച്ചറുടെ മകൻ, പഠിക്കുമ്പോൾ നല്ല മാർക്ക്. സെമിനാറിൽ പോയി, ക്ലാസ് അതിൽ നിന്ന് സെമിനാറിൽ നിന്ന് പോന്നു, കോളേജിൽ പോയി, ക്രൈസ്റ്റിൽ പോയി പഠിച്ചു, MBA എടുത്തു, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയി. പെട്ടെന്ന് RJ ഒരു വീഡിയോ ചെയ്താൽ എങ്ങനെയൊക്കെ സെലിബ്രിറ്റി ആയി, പുസ്തകങ്ങൾ എഴുതി, എല്ലാം നല്ലത്. ആൻഡ് ഡെസ്റ്റിനി ഗേവ് മി എ ബ്ലോ. ഇങ്ങനെ നേരെ മോശം ഒന്ന് നിന്നേനിയുടെ വിധി എൻ്റെ കരണക്കുറ്റിയൊക്കെ ഒരു പൊട്ടിയിൽ പൊട്ടിച്ചു. അത് സീക്രട്ടാണ്. അന്നിങ്ങനെ അടി കൊണ്ടൊരു ചിറക് കൊണ്ടിങ്ങനെ പോയ ഒരു കിളി കല്ലേറിയിട്ട് നിലത്തിറന്നിങ്ങനെ പെട്ടെന്ന് 2021 എനിക്ക് അങ്ങനെ അവസാനിച്ചത്. 2024 2025 ഞാൻ എൻ്റെ ആത്മാവിൽ പറക്കുകയാണ്. ആത്മാവിൽ, പിന്നെ ഹൈറ്റ്സിൽ പറക്കുകയല്ല ഉദ്ദേശിച്ച്, എൻ്റെ ആത്മാവിൽ. ജീവിതത്തിൽ ഹ്യൂമിലിയേഷൻ ഉണ്ടാകുമ്പോൾ, നമ്മളെ മനുഷ്യർ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഭേദം ഇതെനിക്ക് അനിവാര്യമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ്. എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ എന്നോടൊരു, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഇൻ്റർവ്യൂവിൽ എടുത്തിറക്കി പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, ചേട്ടാ എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവൾ പറഞ്ഞത്, തനിക്ക് നട്ടെല്ലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അന്നൊടിഞ്ഞതാണ് ചേട്ടാ, അന്നൊടിഞ്ഞതാണ്. ഇപ്പോഴും വേദനയാണ്. ഹ്യൂമിലിയേഷൻ. എന്ത് പറഞ്ഞാൽ അയാൾ ആശ്വസിപ്പിക്കും? നമ്മളീ നേരത്തെ പറഞ്ഞ സ്നേഹിക്കാമെന്നോ മാപ്പ് കൊടുക്കാമെന്നൊക്കെ പറയാം, എളുപ്പമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന ഹ്യൂമിലിയേഷൻസിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റുമോ നോക്ക്. ഇത് ഇപ്പം നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, എത്ര പേര്, ഞാൻ ഈ ബ്രേക്കപ്പ് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വരുന്ന മനുഷ്യർ പറയുന്ന കഥ തന്നെയാണ്. അവനെന്തിനായിരിക്കും എന്നോട് അങ്ങനെ ചെയ്തത്? അവനെങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു? 2023 അടി കിട്ടിയ ഞാൻ പറയും, വെൽക്കം ടു ദ ക്ലബ്. അതുവരെ ഞാൻ മറ്റേ ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ ആഫ്റ്റർ ഓൾ സ്റ്റോൺ, അതൊന്നും നീ കേട്ടിട്ടില്ല? ഇല്ല, അന്ന് മറ്റേതെടുക്കാം, കാഴ്ച ബംഗ്ലാവ്. ഇപ്പം ഞാനൊന്നും പറയില്ല, ചേട്ടാ അവൻ എന്നെ ചതിച്ചു പോയി. വരൂ, ഗ്രൂപ്പിൽ കയറൂ. നിങ്ങളൊക്കെ, ഞാൻ 2014 ഗുരുവായ മനുഷ്യൻ്റെ അടുത്തുനിന്ന് അദ്ദേഹം പറയാം, ജോസ് ഭായി 27 വയസ്സൊക്കെ കല്യാണം കഴിക്കണ്ടേ? വേണ്ട, എനിക്കിങ്ങനെ, ഞാൻ ഹാപ്പിയാണ്. എടാ, ജീവിതത്തിൽ സ്നേഹിക്കപ്പെടണം, പറ്റിക്കപ്പെടണം, ഇങ്ങനെ വാത്സല്യം നിറഞ്ഞ് നീ അനുഭവിക്കണം, വഞ്ചിക്കപ്പെടണം. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എല്ലാ ഫ്ലേവറും അനുഭവിച്ചിട്ടേ പോകൂ. നിങ്ങൾ ഇതുവരെ ചതിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആശംസിക്കുന്നില്ല. ഇത് മെനകെട്ടവനോട് അയാൾ ചതിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നല്ലത്. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്ത്? നമ്മൾ പ്രണയിക്കണം, ചീറ്റ് ചെയ്യപ്പെടണം, മസ്റ്റ് എന്ന് ഞാൻ പറയണില്ല. ഇറ്റ്സ് എ ഫ്ലേവർ ഓഫ് ലൈഫ്.
അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ കഷ്ടപ്പെട്ട് പെടച്ചിട്ടാണെങ്കിലും ഈ കരയിലേക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ പെടച്ച് നിങ്ങൾ തിരിച്ചാ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴല്ലോ പഴയതിലും സ്വർഗമായിരിക്കും ആ പുഴ. പെടക്കണം. മോട്ടിവേഷണൽ സ്പീക്കറായിട്ടില്ല, എനിക്ക് 1.5 വർഷം എടുത്തു. ഇപ്പം ഏതാണ്ട് പിടുത്തം കിട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു സാറിനും. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. ഇന്നത്തെ പോയിന്റ് എടുക്കട്ടെ. അയ്യോ, പോയിന്റ് പോക്കില്ല. സോ അവിടെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ, നിങ്ങൾ ഈ സ്റ്റാറ്റസിലൂടെ തന്നെ കാണരുത്. ഈ സ്റ്റാറ്റസിലൂടെ മാത്രം തന്നെ കണ്ടവരുണ്ടോ? ഈ സ്റ്റാറ്റസിലാണ് മാത്രമേ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. കണ്ണീർ പൂവിൻ്റെ കവിളത്തിലോട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ചേട്ടനാണ് അവിടെ. കൈവക്കാവോ വെറുതെ? നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ വിശുദ്ധനായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, ആക്സെപ്റ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇത് ഹ്യൂമിലിയേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ആക്സെപ്റ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് വെറുതെ ചോദിക്കുകയാണ്, ജോസഫ് ഒരു ടാലൻ്റ് എന്നാ എന്ത് പറയും? ഞാൻ എനിക്ക് ചെറിയ ഹ്യൂമർ സെൻസ് ഉണ്ട്, ചെറിയ. അത് ഞാൻ വാലിഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 5-10 ലാഫ്റ്റർ വന്നല്ലോ ഇടയ്ക്ക്. എന്തോ ജോസഫ് നിനക്ക് ആളെ ചിരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ കോർ സ്ട്രെങ്ത്. അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് മോട്ടിവേഷൻ അറിഞ്ഞൂടാ. മറ്റേ സ്വർണ്ണക്കട തുടങ്ങിയ അരിപ്രാഞ്ചിയാണ് ഞാൻ. എന്ത് ചെയ്താലും ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറാണ് കഴിഞ്ഞ 7 വർഷമായിട്ട്. വഴി തടഞ്ഞു നിർത്തി എന്നോട് സ്നേഹത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിച്ചാട്ടോ 1 സെക്കൻഡ് വിൻഡോ താത്തുവോ, സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും. സ്നേഹ അമൂല്യമാണ്. ഓക്കെ, എന്തു പറയും? ഈ PT ഉഷയെ കാണുമ്പോൾ എന്തോ ഓടാത്ത, എന്താ ഇവിടെ ഇരിക്കും, പോട്. സച്ചിനെ കണ്ടാൽ 2 ബോൾ ഇട്ട് തരട്ടെ, ഒരു ചായ പിടിച്ചിട്ട്. ബോളുണ്ട്, ബാറ്റ് സെറ്റാണ്. നമ്മളൊരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഒറിജിനൽ സ്ട്രെങ്ത് എന്ന് പറയും, മേ ബി ഐ ഹാവ് എ ബിറ്റ് ഓഫ് ഹ്യൂമർ സെൻസ്. അത് ഞാനിങ്ങനെ പോകുന്ന സെഷൻസ് ലൈവ് ഇരിക്കുന്നവർക്ക് മാത്രം കാണാം, അല്ലാത്തവർക്ക് അവനൊരു മോട്ടിവേഷൻ ഓളിയാണ്. പറഞ്ഞ അവൻ്റെ മോട്ടിവേഷൻ. ഇയാളുടെ പുസ്തകം അത് മൊത്തം മോട്ടിവേഷൻ. എന്തുവാണ് ഇങ്ങനെ ഏറടിച്ച് കയറ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക്? മോട്ടിവേറ്റർ അല്ലേ, കാർബോറേറ്റർ അല്ലേ, ജനറേറ്റർ അല്ലേ എന്ന് ചോദിക്കണോളാണ് മോട്ടിവേറ്റർ. എൻ്റെ കോർ സ്ട്രെങ്ത് ഇതാണ്. എനിക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. മേ ബി ഐ വുഡ് സേ ഐ എം ലക്കി. ആരുടെയൊക്കെയോ പ്രാർത്ഥനകളാൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പള്ളിയിൽ രാത്രി ഇപ്പോഴും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ രൂപത്തിന് മുമ്പിച്ച് എൻ്റെ കൊച്ചു കുഞ്ഞിനെപ്പോൾ ഇപ്പോഴും നിർത്തും. ജോസഫിനെ ഇന്നത്തെ യാത്രയെ സമർപ്പിക്കുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് അവനോട് എത്തണമേ. അവനെ കേൾക്കുന്ന ആളുകൾക്കും അവൻ സംസാരിക്കുന്ന ആളുകളും വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും സംസാരിക്കാൻ അവന് കൂടെ ഉണ്ടാവണം. അപ്പം ഞാനിങ്ങനെ പല്ലക്കിന് ആമേൻ ഇത് കേട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇറങ്ങുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു അത് എനിക്കൊരു വീക്ക്നെസ്സാണ്, ഞാൻ എന്ത് ഇള്ളാപ്പിള്ളതാണ്. നോ, ഒരമ്മ അങ്ങനെ പ്രാർത്ഥിക്കാൻ, അനുഗ്രഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കാൻ അവിടെ ഇരിക്കുന്നത്, ഇറ്റ്സ് ബിഗ്ഗർ ദാൻ എനിത്തിങ്. ഞാൻ വീക്ക്നെസ് എന്ന് കരുതിയ ഒരു കാര്യം, ഈ അമ്മയുടെ എല്ലാ നേരം എന്നെ കൊച്ചു കുഞ്ഞിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഈ സ്വഭാവം വീക്ക്നെസ്. ഐ എം ടെല്ലിങ് യു. ഇന്ന് തിരിച്ചു പോകുമ്പോൾ രാത്രി ട്രെയിൻ എത്തുന്നത് 11:30-ക്കാണ്. എറണാകുളത്ത് നിന്ന് ഊബർ എടുത്ത് 1 hour ഡ്രൈവ് കഴിഞ്ഞ് ഞാൻ വീടെത്തുമ്പോൾ, അമ്മയെ വീടെത്താറായി എന്ന് പറയുമ്പോൾ, ഞാൻ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ അമ്മ ഇങ്ങനെ മുടി ചൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ ഗേറ്റ് തുറക്കണ്ടാവും. ആ കാഴ്ച നഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? ഈ വർത്താനം, ഈ തമാശ, ഇതൊക്കെ വെറുതെയാണ് സുഹൃത്തുക്കളെ. ഇതിലൊന്നും ഒരു കാര്യമില്ല. തിരക്കേടില്ലാണ്ട് നിങ്ങളെ സ്നേഹിച്ച അപ്പനമ്മയ്ക്കാണെങ്കിൽ സെലിബ്രേറ്റ് ദം. തളർന്നു കിടക്കുന്ന ഒരു അമ്മയുണ്ട് എനിക്ക്. ഞാൻ അമ്മയെപ്പോലെ എനിക്ക് മേ ബി ദൈവം തന്ന മറ്റൊരമ്മ എന്നോട് ചോദിക്കും, ജോസഫേ എത്തിയോ? എത്തിയ ആൻറ്റി. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ച ആൻറ്റി. ഒത്തിരി സ്നേഹം കേട്ടോ. ഓക്കെ ആൻറ്റി. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രലോഭനത്തിൽപ്പെട്ട് ഒരു ട്രാപ്പിലേക്ക് ഇങ്ങനെ പോണ നേരത്ത് ഒരു മെസ്സേജ് വരാം, വോയിസ്, ജോസഫ് കുട്ടി പ്രിപ്പയർ ചെയ്ത്, എനിക്ക് ഒത്തിരി സ്നേഹം കേട്ടോ നിന്നോട്. നമ്മൾ ആ പ്രലോഭനം
നടത്തിനിടയാകുന്ന സാഹചര്യത്തോട് പിന്നെ കാണാട്ടോ, സോറി എന്ന് പറയും. മരുന്ന് കഴിച്ചു നോക്കി. എൻ്റെ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ പിള്ളേരൊന്ന് ക്രിക്കറ്റ് കളിച്ച് ഈ ഗ്ലാസ് സ്റ്റൈലിന് വെച്ചതല്ല, ഇവിടെ അവനെഴുതി എറിഞ്ഞൊരു ബൗൺസർ മാവിൻ്റെ ഇടയിൽ കൂടെ പോയി ഓടിച്ചിട്ടടിച്ചതാണ്. മാവ് വന്ന് കണ്ണിക്കൊണ്ടു. അപ്പോൾ ഇവിടെ കൃഷ്ണമണിക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു, സൈഡിൽ തട്ടി 6 തുള്ളിമരുന്നൊക്കെ ഉണ്ട്. അമ്മ വിളിച്ച് ചോദിക്കുകയാണ്, തുള്ളിമരുന്ന് കൊടുത്തോ നീ? ഹാർഷായിട്ടേ ചോദിക്കുള്ളൂ. മോനെ നിൻ്റെ കണ്ണിൽ തുള്ളിമരുന്ന് ഒരമ്മയും ചോദിക്കാൻ പോളാം. തുള്ളിമരുന്ന് ഒഴിച്ചാ? ഒഴിച്ചു. ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ തുള്ളിമരുന്ന് ഒഴിച്ചമ്മേ. പണ്ടായി ചോദിക്കും, എന്തിനാ ഒച്ചയിടുന്ന? ഒഴിച്ചോളാം. മക്കളെ, ഇഫ് യുവർ പാരൻസ് ആർ അലൈവ്, ഐ എം ബെഗ്ഗിങ് യു, തിരക്കേടില്ലാണ്ട് സ്നേഹിച്ചവരാണെങ്കിൽ ഇനി അവരോട് ചൂടാവാനും നിൽക്കരുത്. ജസ്റ്റ് സെലിബ്രേറ്റ് ദം. എൻ്റെ അപ്പനെയൊക്കെ തിരുത്തി ഞാൻ മടുത്തു. അതെന്താ നിന്നെ അവർക്ക് അറിയാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു മകനും തിരിഞ്ഞ് ഞാൻ എന്തു പറയും? എനിക്ക് വരുന്ന കത്തുകളൊക്കെ പുള്ളി പൊട്ടിച്ചു വായിക്കും. എനിക്ക് നിങ്ങൾ മറ്റൊരു റിക്വസ്റ്റ്, ഈ വീഡിയോൻ്റെ താഴത്ത് നിങ്ങൾ നല്ല കമൻറ്റ് ഇടണം. എല്ലാം വായിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ അപ്പനാണ്. വെറുതെ ജോസഫ് അപ്പനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ കണ്ണീരണിയിച്ചു. എടി നോക്കിയടി, കണ്ടാ? ആ മനുഷ്യൻ എൻ്റെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കാണുമ്പോൾ ഞാൻ ആ വാതിക്കിരുന്നിട്ട് ഇങ്ങനെ ദൈവത്തെ നോക്കി, ദൈവമേ നന്ദി, തെറിയിടരുത് ദൈവത്തെ ഓർത്ത്. അങ്ങനെ മനുഷ്യരുണ്ടല്ലോ. എന്നാൽ പിന്നെ 2 തെറിക്കത്തെഴുതാം. ഇയാളുടെ തന്തയ്ക്കാണോ തന്ത? മനുഷ്യൻ തകർന്നു, ഒരു അറ്റാക്കൊക്കെ ഒന്ന് മനുഷ്യനാണ്. കൂടുതലൊന്നും പറയാനില്ലേ, 10 മിനിറ്റ് ഉണ്ട്. നമുക്ക് 5 മണി വരെയല്ലേ സെഷൻ? ഇത് കഴിഞ്ഞിട്ട് ഈ വേദി ആരെങ്കിലും ഫ്രീ ആണോ എന്ന് വെച്ച് നിൽക്കണമെന്നൊന്നുമില്ല എന്നുള്ള 2 ഓപ്ഷനാണ്. ഒന്ന് 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാം. വേദി ഇത് കഴിഞ്ഞ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. മേ ബി വേണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒന്നിനും നേരെ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ കോണ്ടന്റിലേക്ക്. എന്താ വേണ്ടത്? ചോദ്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇത് വെബ് സീരീസൊക്കെ ആയിട്ട് ഇറക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ, കണ്ടമായിട്ട്. ഞാൻ വീക്ക്നെസ് എന്ന് കരുതിയ എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഒരിടയ്ക്ക് എല്ലാവരും ഇയാൾ എന്നിട്ട് എല്ലാവരും അപ്പനമ്മേനെ കുറിച്ച് പറഞ്ഞാൽ അതോടെ നല്ല അപ്പനും അമ്മയാണ് എൻ്റെ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കളെ ഇപ്പം കല്യാണം കഴിച്ച് മക്കളുള്ളവരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കയറ്റി വിട്ടിട്ട് അച്ഛനെ കുറിച്ച് 4 വരികൾ പറയുക. എന്തോരം നേരം അവർ പറയും? ഞാൻ അവർ നൽകിയ, ഐ എം ജസ്റ്റ് കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്. ആ മനുഷ്യർ എന്നോട് കാണിച്ച കരുണ ഞാൻ തിരിച്ചോടും. എൻ്റെ വീക്ക്നെസ് തരിക, ഇവരുടെ പിന്നാലെയുള്ള വിളികളും നിയന്ത്രണവും മോശം തരികയായിരുന്നു ഞാൻ സ്ട്രെങ്തായിട്ട് കരുതുന്നു. അതുപോലെ ഇപ്പോൾ എന്നെ കുറേ പേര് ആക്ടർ എന്ന് വിളിക്കാറുണ്ട്. എന്നെ വിളിക്കുന്ന പരിപാടിയിൽ ബ്രാക്കറ്റിൽ RJ, റൈറ്റർ, ആക്ടർ, 2 പടം. വിജയ് സുബ്രഹ്മണ്യം ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു. വേറെ ഞാൻ വില്ലൻ വേഷമൊക്കെ ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടോ? ഇങ്ങനെയാണ്. ഒരു പടത്തിലേ വില്ലനായിരുന്നു ഞാൻ, ചിരിച്ചിരി ചദ്യൻ. അപ്പം എനിക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന ആളാണ്. എങ്കിലും ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ചീഫ് ഗസ്റ്റ് തൻ്റെ അഭിനയ പ്രതിഭയിലൂടെ നമ്മൾ ത്രസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മറ്റേ സുരാജ് എപ്പോൾ കുറേ പേർക്ക് ഞാൻ എന്നോട് ഏറ്റവും ഉള്ള ആൾ ചോദിക്കുന്നത്, ഇപ്പം സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ? വിജയ് സൂപ്പർ ആക്ച്വലി ഇറങ്ങി നിന്നാട്ടോ ഒരു 7 കൊല്ലം മുമ്പ്. കൈയടിക്കാൻ തോന്നുന്നു, ഒരു സ്വാഭാവികമാണ്, പക്ഷെ എൻ്റെ അത് കാര്യമില്ല. എന്താ കൈയടിച്ചോ? ജിസേട്ടൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ആസിഫ്, ഞാൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് അടുത്തറിയാവുന്നവരിൽ മൈ മോസ്റ്റ് ഫേവറേറ്റ് ആസിഫാണ്, ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ. പക്ഷെ എന്നോട് പലരും നമ്മളിങ്ങനെ ആക്ടർ എല്ലാം ഉപകാരം ചെയ്തിട്ടുള്ളൂ. ആ സിനിമ വഴി എനിക്ക് ഒരുപാട് ക്രൗഡിനെ കിട്ടിയിട്ടുണ്ട്. ഒരു പുള്ളിയൊക്കെ വന്നിട്ട്, ചേട്ടാ ഇപ്പം ഞാൻ എഴുത്താണോ? വിജയ് സുബ്രഹ്മണ്യമിലെ ഒരു നിങ്ങൾ മ്യൂസിക് മറ്റേ വട്ടച്ചോരിയുടെ പാട്ട്, ഓക്കെ, വട്ടച്ചോരി മൂലം കുറേ ഫാൻസിന് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു പാട്ട് വട്ടച്ചോരിയെ കുറിച്ചിട്ടാണ്. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് നമുക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടുക എന്നുള്ളത്. ഈ കുട്ടിക്കാലത്ത് സ്റ്റേജിൽ പ്രസംഗമൊക്കെ പറയാൻ വിട്ടിട്ട് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. ഈ അപ്പനും അമ്മയും അധ്യാപകരാണെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരുടെ വിചാരം ആ പയ്യനാണ് ഏറ്റവും നല്ലതെന്നാണ്.
ഇവിടെ അധ്യാപകരുടെ മക്കളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈവക്കാവോ? നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്താ അവസ്ഥയായിരുന്നു നമ്മുടെയൊക്കെ. കമൻ്റ് അടിച്ചവരുടെ കൂട്ടത്തിൽ ജോസാറിൻ്റെ മോനും ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എന്തായിട്ടുണ്ടാവും, ജനഗണമനയ്ക്ക് നിൽക്കണോണം. പക്ഷെ ജോസാറിൻ്റെ മോനും ഉണ്ടായിരുന്നു. ഒരു ദിവസം മൂത്രം ഞാൻ പറഞ്ഞത് എലിയാസാറ് ജോസഫിൻ്റെ ഒന്നേ ഒരു പ്രസംഗം പറയണം. ഇപ്പോഴോ? ഇന്ന് വൈകുന്നേരം. ജോസാറിൻ്റെ ജീനല്ലേ ഓടുന്നത്. നന്ദി പറയാനൊക്കെ വിട്ടിട്ടുണ്ട്. പേടിച്ച് വിറച്ചൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. KCSL എന്നൊരു സംഘടനയ്ക്ക് ലീഡർ സ്ഥാനത്തിലെത്താൻ വേണ്ടി ഒരു മത്സരം ഉണ്ടായിരുന്നു. പ്രസംഗം പറയണം. എനിക്കറിയില്ല സാർ. ജോസാറിനെ അന്വേഷിച്ചിട്ട് മോനായിട്ട് സാറൊക്കെ എന്ത് ചെല്ലങ്ങട് ഓൺ ദ സ്പോട്ട് എന്തിനെന്നെ ലീഡർ ആക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ഇയാളെ ലീഡറായിട്ട് വേണമെന്നുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ പിള്ളേർ കൈവക്കും. ഏറ്റവും കൈവക്കിയ ആർക്കാണ് കൈവക്കപ്പെടുന്നത്? ആളെ ലീഡർ. നമ്മുടെ ഫോർമാറ്റൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാന്യ സദസ്സിന് വിനീതമായി കുപ്പുകൈ. ഇന്ന് ഓഗസ്റ്റ് 15 കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ ലീഡറായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ KCSL വേണ്ടി എൻ്റെ ജീവൻ കളയാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിർത്തിയിലെ പട്ടാളക്കാർ പോലും ഒന്ന് ചിലപ്പോൾ ആലോചിച്ചിട്ടേ പറയുള്ളൂ. ഒരാൾ കൈവയ്ക്കും, നിഷ 4ാം ക്ലാസ്സിൽ എൻ്റെ വേറൊരു പ്രസംഗം ലൈവ് കണ്ട ഒരാളാണ്. ഒരൊറ്റ വോട്ട്. പിന്നെ സെമിനാരിൽ പോയപ്പോഴും ഈ പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഓടിപ്പോയി. എനിക്ക് പേടിയാണ് സ്റ്റേജിൽ കയറാൻ. ഞങ്ങളുടെ ഈ പള്ളിയിലെ അച്ഛന്മാർക്കൊരു വിശുദ്ധനുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഇങ്ങനെ കുറേ ആളുണ്ട്. കാണാതെ പോയ കാര്യങ്ങൾക്കാരാണ് അന്തോണിസ് ഉണ്ണിയാളൻ. അസാധ്യ കാര്യങ്ങൾക്ക് യുദാ തദേവൂസ്. എൻ്റെ അമ്മയ്ക്ക് ആകെ കൂടി വിശ്വാസമുള്ളത് വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ്. ഞാൻ വിളിച്ചത് എന്താ അമ്മ അങ്ങനെ? കാണാതെ പോയ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞാണ് ഓക്കെ. അസാധ്യ കാര്യങ്ങൾക്ക് കുറേയൊക്കെ ഡോക്ടർമാർ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ ഈ ഔസേപ്പ് പിതാവിനോട് ആ മാതാവ് കഷ്ടപ്പെട്ട് പ്രസവത്തിന് സമയത്തൊക്കെ അയാൾ കൂടെ ഇരുന്നു. ഹി വാസ് അവൈലബിൾ. ഹി കൺസിഡേർഡ് ഹെർ. അതാണ് ഞാൻ ആ മനുഷ്യനിൽ കാണുന്ന ഏക ഗുണം. ഒരു ഭാര്യ എന്ന രീതിയിൽ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിശുദ്ധനാണ്. അസാധാരണങ്ങൾക്ക് പോലീസുകാരുണ്ട് അത്രയും. എൻ്റെ അമ്മയെ ചലഞ്ച് ചെയ്യാം ഏതച്ഛന്മാർക്കും. അധികം നേരം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഇൻ്റലക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അസാധ്യങ്ങൾക്ക് ഇവിടെ പോലീസിന് കുറേയൊക്കെ അത്ര പറ്റാണ്ടായാലുള്ളൂ. നമ്മൾ മനുഷ്യനങ്ങനെ ചെറുതാക്കല്ലേന്ന് പറയും. ഔസേപ്പ് പിതാവ് ചെയ്ത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ സ്ത്രീയെ കൊണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് പോകാൻ മാലാക പറയുമ്പോൾ അന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. ഓരോ ഡോറും കയറി നോക്കി എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമായി കൂടെ നിൽക്കുക. പൊന്നുകൾ കൊണ്ടുപോയി തൻ്റേതല്ലാത്ത പുത്രനെ തൻ്റെ മോനായി സ്വീകരിക്കുക. ജഡ്ജ് ചെയ്യാണ്ട്, ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്ട്, വിധിക്കാണ്ട് ചേർത്ത് പിടിക്കാൻ സാധിച്ച അയാളെ മാത്രമാണ് എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരമ്മ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? യാ 5 മണിയാവാൻ 3 മിനിറ്റ് കൂടി ഉള്ളൂ. ഞാൻ ഈ മൊത്തം ടോക്കൊന്ന് സമ്മറൈസ് ചെയ്യാണ്. സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള എൻ്റെ ബുക്കാണ്. അത് പറയാൻ പറഞ്ഞു. നിങ്ങളത് വാങ്ങിച്ച് വായിക്കണം. അത് പറയാനാണ് ഈ ടൈറ്റിലൊക്കെ ഇട്ടത്. ഈ പേരിൽ കാമം എന്നുള്ള വാക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. ചോദ്യമാണോ? സമയമാവുന്നുള്ളൂ കേട്ടോ. ഇപ്പം കഴിയും. ദൈവമേ, സ്നേഹം മോഹം ഭ്രാന്ത് കൊണ്ട് ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് കാരണം കാമം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും. അതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ സെയിൽസിൽ അതിന് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഞാനിങ്ങനെ ലോകമായ സ്ഥലങ്ങൾ മുഴുവൻ എന്തുകൊണ്ട് നമുക്ക് ഈ പേര് ആക്സെപ്റ്റ് ചെയ്തുകൂടാന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അപ്പം പറഞ്ഞു, അവിടെ ദൈവത്തിൻ്റെ ചാരന്മാർ വാസ് എ ബ്രില്യൻ നെയിം. സ്നേഹം കാമം ഭ്രാന്ത് എന്തൊട്ട് പേരാണത്. അത് പറഞ്ഞ പിന്നെ ഞാൻ ഇപ്പോൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ അപ്പനാന്നാക്കാൻ പറ്റിയിട്ടില്ല. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ കുറേ പേര് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാമം വാക്കുള്ളതുകൊണ്ട്. കുറച്ചധികം പേർ ഇതൊരു തുണ്ട് പുസ്തകമാണെന്ന് പോലും കരുതുന്നുണ്ട്. സ്നേഹം ഒരു കന്യാസ്ത്രീ, ഞാൻ ഒരിക്കൽ എക്സ്പീരിയൻസ് ഇത് പറഞ്ഞാൽ എനിക്കൊരു ദിവസം ഒരു കോള് വന്നു. ജോസഫ്, എൻ്റെ മകൾ തൻ്റെ പുസ്തകം വായിച്ചാൽ അവൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. താങ്കളുടെ ഈ ടൈറ്റിലിനെ ഡിഫെൻഡ് ചെയ്ത ആളാണ് എൻ്റെ മകൾ. എന്നിട്ടും താങ്കൾ തങ്ങളുടെ ബുക്കിൻ്റെ പേര് മാറ്റുമ്പോൾ ഞാൻ ഇനി അവളോട് എന്ത് പറയും? സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനത്തെ പുസ്തകങ്ങളോട് വായിക്കാൻ പാടില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ദൈവത്തിൻ്റെ ചാരന്മാർ എഴുതി അതേ ഓതറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിവിടെ പറ്റില്ല. ഇവൾ അമ്മയോട് പറയും, ഇറ്റലിയിലുള്ള അമ്മയെ വിളിച്ച്, അവൾ സ്കൂൾ മാറി കുട്ടിയാണ്.
ഞാൻ എന്നിട്ട് അവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ഈ ഒരു പേര് എനിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, 3 ബുക്കുകളിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹം കാമം ഭ്രാന്തിനെ പറയുള്ളൂ. അതിലേറെക്കുറെ ഈ പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഇമേജിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഞാൻ എന്നെ തന്നെ പൊളിച്ചെഴുതിയ കഥകളാണ് അതിനകത്തുള്ളത്. ഇങ്ങ് കയറിനേക്കാളും ഒരു പയ്യനോട് ചോദിച്ചു, ചേട്ടാ ഞാനും എനിക്കും എൻ്റെ അയാൾ ഇവിടെ ഉണ്ടോ, എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ജോസഫിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരേ ചോദ്യങ്ങൾ. കാരണം അതിനകത്ത് പറയുന്ന ആ ക്യാരക്ടർ അവളുടെ ജീവിതത്തിൽ അതേപോലത്തെ ഒരാളുണ്ട്. ഓക്കെ, ആ ക്യാരക്ടർ എറണാകുളത്താണ്. ഓക്കെ, ചേട്ടനും എറണാകുളത്താണ്. ഓക്കെ, പക്ഷെ അത് ഞാനല്ല. ഇപ്പം ഞങ്ങളുടെ ഇടയിലുള്ള മനുഷ്യനെ കുറിച്ച് ചേട്ടൻ എങ്ങനെ എഴുതി? ഡിറ്റോ ഇതേപോലത്തെ ഒരു ചേച്ചി സകലേപ്പോഴൊരു ഒരാൾ എൻ്റെ കൂട്ടുകാരുടെ ലൈഫിലുണ്ട്. അവൾ പറയുന്നത് അവളുടെ ചേച്ചി തന്നെയാണ്. പറയും സത്യമായിട്ട് എനിക്കറിയുള്ളൂ, ഞാനങ്ങനെ ഓടി നടന്ന് ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ ബുക്ക് ദൈവത്തിൻ്റെ ചാരം പറയും, നിങ്ങൾ ബുക്ക് വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ബുക്ക് വാങ്ങിച്ചൊരു സ്റ്റോറി ഇടണം, റീഡിങ് സ്നേഹം കാമം ഭ്രാന്ത്. അപ്പം നിങ്ങൾക്ക് വരുന്ന റിപ്ലൈകളിൽ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് കുറച്ചുകൂടി ബോധമുള്ളവരും ബോധമില്ലാത്തവരും. ദ സ്റ്റേജ് ഈസ് ഓപ്പൺഡ്. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഹായ് ജോസഫ് ഏട്ടാ, ഞാൻ വരദയാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ സ്നേഹത്തിന് പല തലങ്ങളുണ്ടെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ ഈ നിയമസഭയിൽ ആദ്യത്തെ ദിവസം മുതൽ വരാൻ തുടങ്ങിയതാണ്. എനിക്ക് എഴുത്തും വായനയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഈ നിയമസഭയിൽ എത്തുമ്പോൾ എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വരദയല്ലേ, നല്ല സന്തോഷം കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നിയമസഭയിലെ പോലീസ്, സ്റ്റാഫ്, സ്പീക്കർ, സെക്രട്ടറി, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്നൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ വെച്ച്. ചേട്ടനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം കണ്ടപ്പോൾ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഉള്ള സ്നേഹം അതും വളരെ വലുത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു. ഞാൻ എന്തുത്തരം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു മഹാനാണെന്ന്. ഹലോ അയ്യാ സാറേ, ജോസഫ് പറഞ്ഞു ബ്രദർ ആദർശിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ താങ്കളായിരുന്നു ആ സ്റ്റാൻഡിലെങ്കിൽ അല്ലെങ്കിൽ ആദർശിൻ്റെ പ്ലേസിൽ ജോസഫ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യായിരുന്നു? പിന്നെ ഇത് നിങ്ങൾക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് സമീപകാലത്തുണ്ടായതാണോ അല്ല കുറേ മുമ്പ് തന്നെ അങ്ങനെ ആയിരുന്നു? ഈ ലോകത്തോടുള്ള സ്നേഹത്തോടുള്ള അപ്രോച്ച് ഇപ്പോൾ താങ്കൾ പ്രഖ്യാപിച്ചുള്ളൂ. അപ്പോൾ അത് കുടുംബത്തിന് സ്വാധീനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അതിൽ. അപ്പോൾ അത് ന്യൂലി ട്രാൻസ്ഫോംഡ് ആണോ അല്ല കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നു? ബ്രില്യൻ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഒന്ന്, എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നിൽ എനിക്ക് തോന്നുന്നു പഴയ ഞാനാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും. ഒരു 27കളിലൊക്കെ നിൽക്കുന്ന ഞാനാണെങ്കിൽ ഞാൻ അമ്മയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ചേട്ടൻ എന്താ. അപ്പോൾ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഏകദേശം അതേ ഗ്രാവിറ്റി തന്നെയാണ് ഇതിനും. ഞാൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കില്ല. പണ്ടൊരിക്കൊരു നമുക്ക് പരാതി പറയാനാണെങ്കിൽ പരാതി പറയാൻ നേരുള്ളൂ. ഒരു ബോബിയച്ചൻ പറഞ്ഞ കേട്ട കഥയാണ്. ഒരു ഗുരു മരിക്കാൻ കിടക്കുക. അപ്പോൾ ചുറ്റും നിന്നിട്ട് ഈ ഗുരുവിൻ്റെ അപദാനങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം സ്നേഹമുള്ളവനായിരുന്നു, മറ്റൊരാൾ ഇങ്ങനെ പറയുന്നു നന്മയുള്ളവനായിരുന്നു, എല്ലാം പറഞ്ഞ ഇപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ കരുണയുള്ളവനാണെന്ന് ആരും പറഞ്ഞില്ല കേട്ടോ. മരിക്കാൻ കിടക്കുമ്പോൾ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ പെടാനാണ്. ഇന്ന് ഉള്ളി തട്ടിയാണ് പറയുന്നത്, എനിക്കങ്ങനെ എന്നെ സ്പെഷ്യലി റെക്കഗ്നൈസ് ചെയ്യണമെന്നോ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എനിക്കങ്ങനെ ഇപ്പം ഇല്ല. അത് ആരുടെ കാര്യത്തിൽ എനിക്കതില്ല. പിന്നെ കുട്ടിക്കാലത്തെ ഈ മഹത്തായ ചിന്തകൾ എനിക്കുണ്ടായിരുന്നില്ല. കുട്ടികൾ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇവൻറ്റ്സ്. ഇപ്പം അപ്ബ്രിങ്ങിങ് തിരക്കുള്ള 2 അധ്യാപകരായതുകൊണ്ട് അവരുടെ ഫിലോസഫീസ് അത്യാവശ്യം നന്നായിരുന്നു. സെമിനാരിൽ പോയി തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗുരുക്കളായിട്ട് ഞാൻ കരുതുന്ന മനുഷ്യരെല്ലാവരും ബേസിക് ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ ലൈഫ് ചേഞ്ചിങ് പീരീഡ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ പഠിച്ച 3 വർഷമാണ്. പൊതുവേ ബാംഗ്ലൂർ 3 വർഷം പഠിക്കുമ്പോൾ പലരുടെയും ലൈഫ് ചേഞ്ച് ആവാറുണ്ട്. എൻ്റെയും ചേഞ്ചായി വളരെ നല്ല രീതിയിൽ. എനിക്കവിടെ കിട്ടിയ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെന്നൊക്കെ പറഞ്ഞ് സാധാരണ മനുഷ്യർ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ
എൻ്റെ ചേട്ടൻ ഉണ്ടാവും, ചേട്ടൻ്റെ കൂട്ടുകാരൻ ദീപു, ആനന്ദ്, ഇവരെ കുറിച്ച് ദൈവത്തിൻ്റെ ചാരന്മാരിലുണ്ട്. ആര് പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് തർക്കം ഉണ്ടായിട്ടില്ല. ഇത് പറയുമ്പോൾ അതിശയോക്തി തോന്നും നിങ്ങൾക്ക്. ചിലപ്പോൾ എല്ലാ ദിവസവും ദീപചേട്ടനായിരിക്കും പൈസ കൊടുക്കണം. ഞാൻ പറയും ചേട്ടൻ എനിക്ക് ഒരു ഫോർമൽ ഷൂസ് വാങ്ങിക്കണം. അരുൺ പറയും, എൻ്റെ ചേട്ടൻ പറയും, എടാ നീ ദീപചേട്ടൻ്റെ കൂടെ ഒന്ന് പോ. ദീപു ലീ കൂപ്പറിൻ്റെ അന്നത്തെ 2500 രൂപ ഷൂ എനിക്ക് വാങ്ങിച്ചു തരും. എന്നോട് പേയ്മെൻറ്റ് ചോദിക്കില്ല. എനിക്കറിയാം അതെന്താ അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പണം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ദ ഫിലോസഫീസ് ഓഫ് മണി ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇൻ മൈ ലൈഫ്. ഓരോ സ്റ്റേജിലും മാറിയത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കിട്ടിയ കുറേ മനുഷ്യരുടെ ഒരു ആകത്തുകയാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ ഞാൻ പറയാം, സെക്യൂരിറ്റിയോട് ഞാൻ സംസാരിച്ചു. ഞാൻ കാണുന്ന ഇന്നലെ ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരോടുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയുകയാണ്. ഇവരൊക്കെ മറ്റേ ഫോർമുല വണ്ടി പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. റേസിങ്, ഭയങ്കര സ്പീഡ്, പിന്നെ പൈസ ഒക്കെ ഭയങ്കര. എനിക്ക് എല്ലാവരും 3 ഓട്ടോയിലാണ് ഞാൻ കയറിയത്. 4 ഓട്ടോ കയറി. 3 ഓട്ടോയിൽ ഇങ്ങനെ ഒരു പൈസ പറയും, വേണമെങ്കിൽ എടുത്ത് തള്ളിയിൽ പൊക്കോ. ഒരാൾ ചേട്ടൻ വളരെ ജെൻറ്റിലായിട്ട് ഇവിടെ ചേട്ടൻ 120 രൂപ ചോദിച്ച സ്ഥലത്ത് 40 രൂപയ്ക്ക് എൻ്റെ ചേട്ടൻ കൊണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചു. അവസാനം പൈസ കൊടുക്കാൻ നേരത്ത് ഞാൻ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചു. സാർ ഞാൻ എൻ്റെ മുതലാളിയുടെ വണ്ടിയാണ് ഓടിക്കണത്. എന്നോട് പറഞ്ഞാണ് ഇതിപ്പോൾ ഗൂഗിൾ പേ പുള്ളിയുടെ ഇതിനകത്തേക്കാണ് പോവുക. അപ്പോൾ അതിൻ്റെ പിന്നെ ചർച്ചയാവും, അതിൻ്റെ കമ്മീഷൻ ചർച്ച, അത് പോട്ട്. സാറിൻ്റെ എനിക്ക് ദേശാഭിമാനി റോഡിൽ അവിടെ ഒരു പള്ളിയിലാണ് എനിക്ക് പോകേണ്ടത്. ഒന്ന് ചോദിക്കേട്ടോ അവിടെ ആരെങ്കിലോടും. ഞാൻ പറഞ്ഞു ചേട്ടാ സോറി കേട്ടോ, ഞാനിപ്പോൾ എല്ലായിടത്തും ഗൂഗിൾ പേ അല്ലേ അറിയാം, പക്ഷേ പുള്ളിയുടെ ഞെക്കണ ഫോണാ. സാരില്ല എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനുണ്ട് അവിടെ. ഈ അപ്പുറത്തെ 3 കൂടുതൽ പൈസ ചോദിച്ച മനുഷ്യരുടെ അടുത്ത് എനിക്ക് വരെ നല്ല ആൾ മതി. അപ്പം നമ്മൾ ഈ സംസാരിച്ചും കണ്ടും നമ്മുടെ ഫിലോസഫീസിലോട്ട് നമ്മളിങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കുറേ മനുഷ്യരെ കാണുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആവുന്നത് തോന്നുന്നു. പണ്ടൊന്നും ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. താങ്ക് യു. ഹലോ സാർ. ഓ ഹായ്. താങ്കൾ ഒരു വർഷം 100-ലധികം പുസ്തകം വായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് വായിക്കുന്നവനെ ഭയക്കണമെന്ന്. അപ്പോൾ താങ്കളെ ഞങ്ങൾ ഭയക്കണോ? ഇത്രയും ഷോ കേട്ടിട്ട് എന്ത് തോന്നി? എനിക്ക് എന്തൊരു ചോദ്യമാണല്ലേ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നെ ഭയക്കണമെന്ന് വെച്ചാൽ ഞാൻ ആരും ഉപദ്രവിക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊരു ഹൈലി ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, ഒരാളെ ലജ്ജിക്കാൻ അനുവദിക്കരുത്. നാളെ നിങ്ങളുടെ മകൻ ഒരാളായിട്ട് ഇടി ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇയാളെ ഈ കൊച്ചിനെ ഒച്ചയെടുക്കണോ അവനെ ചേർത്ത് പിടിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ചിലപ്പോൾ ഇന്നത്തെ സെഷൻ ഉണ്ടാക്കിയേക്കും. പണ്ടൊരിക്കൊരു ശാന്തമായി സന്തോഷത്തോടെ ജീവിക്കുന്നൊരു സന്യാസി ഉണ്ടായിരുന്നു. നീണ്ട താടിയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അയാളിങ്ങനെ ശാന്തിയുടെ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചിരുന്ന ആളാണ്. അല്ലെങ്കിൽ പോണ നേരത്ത് ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്ന നേരത്ത് ഒരു പന്ത് ഇങ്ങനെ സ്വാമിയുടെ അടുത്തേക്ക് വന്നു. സ്വാമി ആ പന്ത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, നന്നായി കളിക്കും മക്കളെ. ഇപ്പോൾ കൊച്ചി ഈ പന്ത് എടുത്തിട്ട്, സ്വാമി എന്താ മോനെ ഉറങ്ങുമ്പോൾ ഈ നീണ്ട താടി പുതപ്പിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? സ്വാമി ഇങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, സ്വാമി രാത്രി കിടക്കാൻ പോവാ. ബെഡിങ്ങനെ താടിയുടെ മുകളിൽ കൂടെ ഇട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ. ഇന്നലെ വേറെ ഇത് എവിടെയായിരുന്നു ഈ തടി? പുറത്തായിരുന്നു അകത്തായിരുന്നു? ശാന്തിയുടെ ആ സ്വാമി പിന്നെ ഉറങ്ങിയിട്ടില്ലെന്നാണ് കഥ. എന്ന് പറഞ്ഞ പോലെ എന്നെ ഭയക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ചില ആശയങ്ങൾ നിങ്ങൾ അടുത്ത ചായ കുടിക്കണ നേരത്തെ മറക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് അന്വേഷണങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കുറേ ഉത്തരങ്ങളാണ്. അത് പരീക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഭയക്കണം. എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ചുവപ്പ് കണ്ടാൽ പറ്റുമെങ്കിൽ നിർത്തുക എന്നുള്ളതാണ്. അതിനങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് പോന്നു, ഞാൻ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ തിരിക്കുന്ന നേരത്ത് കാറിലാണ് പോണേ. ഒരു ബൈക്കാരൻ പറഞ്ഞു, നീ ആരുടെ അമ്മേനെ കെട്ടിക്കിടത്തി പോണേ. ഞാൻ ലൈവ് കേൾക്കുക. ആരുടെ അമ്മയെ കെട്ടിക്കാനാണ് നീ പോകുന്നത്? ഗ്ലാസ് അതിട്ട് ചേട്ടൻ്റെ അമ്മേനെ എന്ന് പറയാവുന്നത് ഒരു ഓപ്ഷനാണ്. ദറ്റ്സ് വൺ ഓപ്ഷൻ, ആർക്കും തോന്നാം. പക്ഷെ വണ്ടി ഇച്ചിരി വെട്ടിച്ചത് ഞാനാണ്. നമ്മളൊന്ന് മാറ്റി ശ്രമിക്കണം. എൻ്റെ ഗുരു പറഞ്ഞത് കേട്ട് ഞാൻ വെറുതെ ശ്രമിക്കുകയാണ്. വിൻഡോ താത്തിയിട്ട് ആ റിയർ മിററിൽ അയാളെ നോക്കിയിട്ട് സോറി ഏട്ടാ എന്ന് പറയുമ്പോൾ ആ വിറയ്ക്കുന്ന ഗ്ലാസ്സിൽ അയാളവിടെ നിന്നിട്ട് ഇത് പറയുമ്പോൾ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ എന്നെ ഭയന്നാലും നല്ലതിനാന്ന് തോന്നുന്നു.
പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ആ ജോസഫ്, ദൈവവിളിയാണോ? ആ ഹായ് ഹായ്. ഹായ്, എൻ്റെ പേര് ജിബിൻ എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സെമിനാരി പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഈ സെമിനാരി പഠിച്ച സമയത്ത് ഉണ്ടായ ചില ബോധ്യങ്ങളാണോ അതോ നമ്മൾ ഇടപെട്ട മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യരുമായി ഇടപെട്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണോ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഈ പണ്ട് ബാലരമയിലൊരു കളിയില്ലേ, കുത്തുകളി യോജിപ്പിച്ചിട്ടൊരു പടം വരയ്ക്കാന്ന് പറയില്ലേ. എയിൽ നിന്ന് എ ഇവിടെ, ബി ഇവിടെ, സി ഇവിടെ, ഡി ഇവിടെ. ഞാൻ ഈ എയിൽ നിന്ന് തുടങ്ങി ഇസഡിലെത്തിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം എന്നോട് എ ആണോ സഹായിച്ചത്, ബി ആണോ സഹായിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ്. സെമിനാരിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറി പറയാനും തല്ലുകൂടാനും കോൺഷ്യസ്ലി പറ്റില്ല. പൊടം മാലാഖേ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൈനാകം പറ്റില്ല. ഇപ്പോൾ കോൺഷ്യസ്ലി നമ്മൾ അങ്ങനെ ആയി അങ്ങനെ ഒരു എക്കോ സിസ്റ്റത്തിലോട്ടാകുമ്പോൾ കുറേയൊക്കെ നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായി മാറും. അത് ഡിസിപ്ലിൻ. ഞാൻ ഇന്ന് വരെ ഒരു പരിപാടിക്ക് വൈകി പോയിട്ടില്ല. 8 മണിക്ക് ബെല്ലടിക്കുമ്പോഴേ ഭക്ഷണം കിട്ടുള്ളൂ, 5:30 ചാപ്പലുണ്ടാവും. ഇതിങ്ങനെ കേട്ട് കേട്ട് പഞ്ച്വാലിറ്റി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് സെമിനാരിൽ നിന്ന് കിട്ടിയതാണ്. പൈസയ്ക്ക് വേണ്ടി തർക്കിക്കണ്ട ജോസഫേ, ഞാൻ നിനക്ക് ഭക്ഷണമല്ല വാങ്ങിച്ചു തന്നത്, അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്കുണ്ടാവും, നീ എനിക്ക് തിരിച്ചു തരണമെന്ന് ആലോചിക്കും. നീ എൻ്റെ ചേട്ടൻ്റെ അനിയനല്ലേ, എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനല്ലേ എന്ന് പറഞ്ഞ ദീപ് ചേട്ടൻ എന്നെ പഠിപ്പിക്കുന്ന പണത്തിൻ്റെ ഫിലോസഫി. ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വലിയ കണക്ക് പറയാൻ നിൽക്കണ്ട, ഭക്ഷണമല്ലേ കൊടുത്തത്. അങ്ങനെ ഇത് കുറേ കളക്ഷൻ ഓഫ് മനുഷ്യർ ചേർത്ത് രൂപപ്പെടുത്തിയതാണ് ഞാൻ. ഈ എനിക്ക് നാളെ മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതിനെ ഞാൻ നാളെ തിരുത്തി പറയുമെന്ന് എനിക്ക് അറിഞ്ഞു. ബട്ട് ടിൽ ദിസ് ഡേറ്റ് സെമിനാരി വാസ് എ ബ്യൂട്ടിഫുൾ പാർട്ട്. ബാംഗ്ലൂർ വാസ് എൻ അമേസിങ് പാർട്ട്. ചൈനയിൽ ഒരു വർഷം ഉണ്ടായത് ഔട്ട് ഓഫ് ദ ബോക്സ് പാർട്ട്. റേഡിയോ ലൈഫ് അനദർ ബ്യൂട്ടിഫുൾ പാർട്ട്. ഇപ്പോൾ ജിബിനെ നീ ചോദിച്ച ചോദ്യം പോലും ഇതിൻ്റെ ഒരു ഭാഗമാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. നമസ്കാരം. 30 ദിവസങ്ങൾക്ക് ശേഷം 30ലേക്ക് കിടക്കുകയാണ് ഞാൻ. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ഒരെണ്ണമാണ്, കല്യാണമൊന്നും ആയില്ലേ? ബ്രോയുടെ അതേ അവസ്ഥയിലാണ് ഞങ്ങൾ. കേരളത്തിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെ, സിംഗിളായിട്ടുള്ള ചെറുപ്പക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. സാറിൻ്റെ അല്ലെ ബ്രോയുടെ ഒരു ഐഡിയയിൽ ഈ ചോദ്യത്തിനെ എങ്ങനെ മറികടക്കാം, ബൗദ്ധികമായ രീതിയിൽ എങ്ങനെ മറികടക്കാം? നരസിംഹം സിനിമയിൽ മോഹൻലാലും കൂട്ടുകാരിങ്ങനെ വരുന്നു, ജഡ്ജി വന്നിട്ടുണ്ട്, അപ്പൻ കുറേ കാലങ്ങൾക്ക് ശേഷം താമസിക്കാൻ വരുന്നു. മോഹൻലാൽ ഇങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക, അമ്മ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് ജഡ്ജി അദ്ദേഹം വിളിക്കുന്നു. എനിക്ക് അതാ മുഖത്ത് നോക്കാനേ പേടിയാ. മോഹൻലാൽ പറഞ്ഞു, അതിന് എൻ്റെ കയ്യിൽ ട്രിക്കുണ്ട്, മുഖത്ത് നോക്കുകയേ ചെയ്യരുത്, ഉത്തരം കൊടുക്കുകയേ ചെയ്യരുത്. അല്ല, നിങ്ങൾക്ക് വായിൽ കോലിട്ട് കുത്തി ഉത്തരം പറയിപ്പിക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ 36-ലാണ് നിൽക്കുന്നത്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ എൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ട്. പേര് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടില്ല, പിന്നെ അത് ട്രോളാവും. ഇട്ടിരിക്കുന്ന ഞാനും അല്ല, എൻ്റെ ഏട്ടത്തിമാരാണ്, ചേട്ടന്മാരാണ്. കാരണം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നിന്നൊരാളെ കാണിക്കുന്നു, എനിക്ക് എന്തിനും തോന്നിയാൽ ആ വഴിക്കായിട്ട് പോകാമല്ലോ, ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അപ്പൻ്റെ അമ്മയുടെ കൺസേൺ, അവരുടെ ഇടയ്ക്കുള്ള ഭയം, ആ വീട്ടിൽ ഞങ്ങൾ കടന്നുപോയാൽ നിനക്കാരുണ്ട്? എൻ്റെ 2 ചേട്ടന്മാർ ഓസ്ട്രേലിയയിലാണ്, അവർ ഓസ്ട്രേലിയൻ സിറ്റിസൺസാണ്. ഈ ലോകം മുഴുവൻ നിനക്ക് ആരാധകർ അതെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മോന് ആരുണ്ടാവും ഈ കുടുംബത്തിൽ? അതൊരു അലാമിങ് ക്വസ്റ്റ്യനാണ്. എന്നെ സ്നേഹിക്കാൻ മനുഷ്യരുണ്ട്, എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ മനുഷ്യരുണ്ട്, ചേട്ടൻ്റെ വീഡിയോ കാണാറെന്ന് പറയും. ബട്ട് എൻ്റെ റൂമിൽ 2 നിലയുള്ള വീട്ടിൽ ഒരു ടോക്ക് കഴിഞ്ഞിങ്ങനെ കയറുമ്പോൾ ഞാൻ താക്കോൽ തുറന്ന് കയറുന്നതും അമ്മ എനിക്ക് വാതിൽ തുറന്ന് തരുന്നത്, ഇറ്റ്സ് 2 ഡിഫറെൻറ്റ് തിങ്സ്. അതർവൈസ് ഐ എം എ ഹാപ്പി പേഴ്സൺ. ഞാൻ വളരെ മീനിങ് ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ. എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ ഓടി നടന്ന് ക്ലാസ്സിലെടുക്കുന്നു, പുസ്തകം എഴുതുന്നു, കുറേ തമാശ പറയും, ചിരിപ്പിക്കും, നൈസായിട്ട് ആ സൈഡിൽ കൂടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. അത്രേ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഐ വാസ് ഇൻ ലവ് വൺസ്, സോ ഐ നോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. പക്ഷെ ഇപ്പം നമ്മളെത്തിരിക്കുന്ന ഒരു സംഭവം, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എന്നോട് പിന്നെ ആളുകൾ ചോദിക്കാറില്ല. എന്നോട് നമുക്കൊക്കെ ഒരു ഊണ് തരണ്ടേ എന്ന് ചോദിച്ചിട്ടുള്ളവരൊക്കെ എന്നോട് ഒട്ടും താല്പര്യമില്ലാത്തവരാണ്, പ്രത്യേകിച്ച് എൻ്റെ അയൽവക്കത്തുള്ളവർ.
ഒരു ഊണ് തരണ്ടേ ചേച്ചി വാ നമുക്ക് ഹോട്ടലിലേക്ക് ഇപ്പോൾ പോവാം എന്നൊരു അല്ല അതൊരു കാഷ്വൽ റിമാർക്കാണ്. ഞാൻ എന്ത് എൻ്റെ ജീവിതം എന്ത് എന്നാൽ എടാ നീ എന്താടാ കല്യാണം നിനക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ ഉള്ളിൽ അങ്ങനെ ചോദിച്ചൊരു മനുഷ്യൻ പോലും ഇല്ല. അപ്പം അതൊക്കെ ആയിട്ടാ ഒരു ഊണൊക്കെ താ ഞങ്ങളൊക്കെ വിളിക്കുക. അതെന്ത് കെട്ടാത്ത നീ പ്രശ്നം വല്ലതും ഉണ്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ്. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉത്തരം കൊടുക്കാതിരിക്കലാണ്. പിന്നെ ചില മനുഷ്യർക്ക് ഉത്തരം ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഗുരുവായ മനുഷ്യൻ്റെ ചോദിക്കുകയാണ് കുണ്ടുവളച്ചൻ ചോദിക്കണം മോനെ അപ്പനമ്മയ്ക്കും പ്രായം വരുന്നു നീ ചിന്തിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച്. ദാറ്റ് മാൻ ഡിസർവ് ആൻ ആൻസർ. ഹി ലവ്സ് മീ. ഒരു റാൻഡം മനുഷ്യൻ എന്നോട് സാറിന് കേട്ടാത്തേ ഇത്രേ ഉള്ളൂ. ഞാൻ അധികം അതിനകത്ത് ഉത്തരം കൊടുക്കാറില്ല. പിന്നെ എന്തിനാണ് ഞാൻ നിനക്ക് ഉത്തരം തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആർക്കും ഉത്തരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമസ്കാരം ജോപ്പ. ഹായ് തനൂജ്. വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. ഈ സ്നേഹം കാമം ഭ്രാന്ത പുസ്തകം മേടിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേരിൽ ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ കാണാൻ വേണ്ടി പറ്റി. ഞങ്ങളുടെ ആ പുസ്തക കൂട്ടായ്മ ഇപ്പോഴും ഒത്തിരി സജീവമാണ്. അവരുടെ സ്നേഹം ജോപ്പിനോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ സംസാരിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. സ്നേഹം കാമം ഭ്രാന്ത് എന്ന പുസ്തകത്തിൽ മെസ്സിയെക്കുറിച്ച് എഴുതാൻ വെച്ച ഒരു കഥ, ആ കഥ അന്ന് എഴുതിയില്ല, എന്തോ കാരണത്താൽ എഴുതിയില്ല. പുതിയ പുസ്തകത്തിൽ എഴുതുന്നു. ആ കഥ അതിലുണ്ടാകുമോ? അതുപോലെ മറ്റൊരു ചോദ്യം, ഈ സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള ടൈറ്റിൽ ഉണ്ടാക്കിയ പ്രശ്നത്തെ പറ്റി പറഞ്ഞു. അപ്പം പുതിയൊരു പുസ്തകം എഴുതുന്ന സമയത്തും ഈ ടൈറ്റിലിനെ പറ്റി ഒരുപാട് കോൺഷ്യസ് ആവുന്നുണ്ടോ? നൈസ് ടു മീറ്റ് യു അഗെയിൻ. നമ്മുടെ ബുക്ക് പ്രീ ബുക്ക് ചെയ്തവരോടൊപ്പം ഓതറിനൊപ്പം ചായ കുടിക്കാം. പിന്നെ നമ്മുടെ ഇപ്പോൾ ചായ കുടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും അത് ബുക്ക് ചെയ്ത ആളുള്ള ഒരാളാണ് അവൻ തനൂജ്. അവരൊരു 10-20 പേരുണ്ട്. അവർ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ഇടയ്ക്കൊക്കെ ബർത്ത്ഡേക്ക് അവരെനിക്ക് സമ്മാനം അയക്കാറുണ്ട്. ആസ് എൻ ഓതർ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അവർ പരസ്പരം കാണുമ്പോൾ എന്നെ കണ്ടിപ്പോൾ എനിക്ക് ഉറപ്പാണ് തനൂജ് ഇന്ന് എൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ കൊണ്ടിടും. ജോസ്ബിനെ കണ്ടിട്ടോ കുറേ കൂട്ടുകാർ ബുക്കിലൂടെ കിട്ടിയത്. മെസ്സിയെക്കുറിച്ചുള്ള ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഞാൻ 5 വർഷം മുമ്പ് എഴുതിയ കഥ മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടുന്നതായിരുന്നു. പക്ഷെ ഞാൻ ആ കഥ എഴുതി കഴിഞ്ഞപ്പോൾ എങ്ങാൻ വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിലോ, അതായിരുന്നു അത് പബ്ലിഷ് ചെയ്യാതിരുന്ന കാരണം. അതിനെ ട്വീക്ക് ചെയ്ത് പുതിയ ബുക്കിൽ ആ കഥയല്ല റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് അത് വരുന്നുണ്ട്. പിന്നെ ടൈറ്റിലിൻ്റെ കാര്യം ഓഫ് കോഴ്സ് കൺസേൺഡ് ആണ്. ചില സമയത്ത് ഈ പിള്ളേർക്ക് മരുന്ന് കൊടുക്കില്ല. ചെറിയ പിള്ളേർക്ക് നമ്മളിങ്ങനെ ചോക്ലേറ്റിൽ നിന്ന് സ്പൂൺ എടുക്കണോണം കാണിച്ചിട്ട് മറ്റേ കൈപ്പേരിയ മരുന്ന് കൊണ്ടു കൊടുക്കണ പോലെ കവർ ഇങ്ങനെ നൈസായിട്ടിടായിരുന്നു. വേണമെങ്കിൽ സ്നേഹം മനോഹരം എന്നൊക്കെ ഇടായിരുന്നു സ്നേഹം കാമഭ്രാന്തിന്. വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ടൈറ്റിലിനെ കുറിച്ച് ഞാൻ കൺസേൺഡ് ആണ്, വളരെ കോൺഷ്യസ്ലി കൺസേൺഡ് ആണ്. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ ബൈ ദ വേ അതിപ്പോൾ ഇവിടെ പറയാൻ തോന്നുന്നു. ദൈവത്തിൻ്റെ ചാരന്മാർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാണ്. ഹാർപ്പർ കോളിൻസ് എന്ന് പറഞ്ഞൊരു പബ്ലിഷറാണ്, ബ്രിട്ടീഷ് പബ്ലിഷറാണ്. ഇങ്ങനെ വേൾഡിലെ 2nd ലാർജസ്റ്റ് പബ്ലിഷറാണ്. അപ്പോൾ സ്പൈ ഓഫ് ഗോഡ്, ഗോഡ് സ്പൈ ഗോഡ്സ്, ഈ പേരിലൊക്കെ പുസ്തകങ്ങളുണ്ട്. സോ നമ്മൾ എത്തിയിരിക്കുന്നൊരു പേര് നോട്ട് ഓൾ ഏഞ്ചൽസ് ഫ്ലൈ എന്നാണ്. മാലാഖമാരൊക്കെ പറക്കുന്നവരായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ആ ടൈറ്റിൽ. നോട്ട് ഓൾ ഏഞ്ചൽസ് ഫ്ലൈ, യു കുഡ് ബി വൺ എന്നുള്ളതാണ് നമ്മൾ ആ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പുതിയ ബുക്ക് എഴുതിക്കൊണ്ട് 2 ബുക്കുകളാണ് 2025 ബുക്കുകളുടെ ഇങ്ങനെ ചാകരയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് തമാശ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. കുട്ടി ഇപ്പോൾ ആ സെക്യൂരിറ്റിയുടെ അനുഭവം പറഞ്ഞ പോലെ കുട്ടി തമാശകൾ കോർത്തിണക്കിയ എല്ലാ ദിവസവും ഒരു പേജ് വായിക്കാവുന്ന, ആർക്കും വായിക്കാം എന്നുള്ളൊരു പുസ്തകം. രണ്ടാമത്തത് ഈ സെലിബ്രിറ്റി ലൈഫ്, ഒരു പബ്ലിക് ലൈഫിന് ശേഷം ഉണ്ടായ വളരെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള കുറേ അനുഭവങ്ങൾ. അത് 2 നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് 2025 2 ബുക്കുകളുണ്ടാവും. ടൈറ്റിൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എഴുതി തീരുമ്പോഴാണ് കൊച്ചിൻ്റായിട്ടാണല്ലോ നമ്മൾ പേരിടുന്നത്. അപ്പോൾ എഴുതി തീരുമ്പോൾ പേരിടുന്നതായിരിക്കും. താങ്ക് യു. ചോദിച്ചു നമുക്ക് ഇങ്ങനെ പോവാം. അതായിട്ട് നമുക്ക് ഇവിടുന്ന് പോവാട്ടോ, കുറച്ച് നേരമായി. നമസ്കാരം, എൻ്റെ പേര് ഭാരതി. ഇന്നിവിടെ സംസാരിച്ചത് മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ്റെ ടോക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഹാളിലേക്ക് കയറിയായിരുന്നു. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൻ്റെ പേരും 40 Rules of Love എന്നാണ്. അപ്പോൾ അതിലും ഈ പറയുന്ന നമുക്ക് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരു അധ്യായം അതിലും പറയുന്നുണ്ട്. ഒരു ചെറിയ നോട്ട് കിട്ടിയാൽ പോലും സന്തോഷിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു നോട്ട്, ഈ പറയുന്ന കണക്ക് ചെറിയ ആൾക്കാർ എഴുതി തരുന്ന നോട്ടുകൾ. അതേപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ആയിക്കോട്ടെ, നേരിട്ട് കണ്ട് ചോദിക്കുന്ന നീ ഹാപ്പി അല്ലേ, നീ ഉറങ്ങിയോ,
എപ്പോഴാണ് എണീക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ബുക്കിൽ എനിക്ക് ഫ്രണ്ടിലായിട്ട് സ്നേഹം കൊണ്ട് ക്യാൻ യു റൈറ്റ് സംതിങ് ഫോർ മീ? ഓക്കെ, തീർച്ചയായിട്ടും എഴുതാം. ഞാൻ എന്തായാലും ഇപ്പോഴത്തേക്കും ആലോചിക്കാൻ സമയം പോകും. ഓഫ് കോഴ്സ് ഐ വിൽ റൈറ്റ്. താങ്ക് യു, ഐ വിൽ ഡു ഇറ്റ്. Thank you, sir. താങ്ക് യു. ഹലോ ചേട്ടാ, നമസ്കാരം. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. സാർ നമുക്ക് അടുത്താണ് സെറ്റാക്കാം. സുജിത്ത് എന്നാണ് പേര്. ഹായ് സുജിത്ത്. എനിക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ അല്ല ചേട്ടനോട് ചോദിക്കാനുള്ളത്, ചെറിയ റിക്വസ്റ്റ് ആണ്. ടോപ്പിക് ഓൾറെഡി റിപ്പീറ്റഡ് ആണ്. ഇന്നീ വെന്യൂവിൽ ഈ സ്നേഹം എന്നൊരു വാക്ക് റിലേറ്റ് ചെയ്തിട്ട് ചേട്ടൻ ഒരാളെക്കുറിച്ച് ജസ്റ്റ് 2 വാക്ക് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് ഏതിലൊരാളെ കുറിച്ചിട്ടാണോ? അല്ലല്ല, എനിക്ക് ചേട്ടനും നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചേട്ടൻ്റെ വീഡിയോസിലൊക്കെ കുറേ കേട്ടിട്ടുള്ള ഒരാളാണ്. ആളുടെ പേര് ലയണൽ മെസ്സിയാണ്. ഓഫ് കോഴ്സ് മെസ്സിയെ കുറിച്ച് പറഞ്ഞു ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും മെസ്സിയിൽ ചെന്ന അവസാനം ഇരുന്നോളൂ. മെസ്സിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യം ഈസ് എ വെരി ഹംബിൾ മാൻ. എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഈ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം മെസ്സിയുടെ സെലിബ്രേഷനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഈ സെലിബ്രേഷൻ ഇത് ആർക്കുള്ളതാണെന്നറിയോ? ഗ്രാൻഡ് മദറിനുള്ളതാണ്. വേൾഡ് കപ്പ് ഫൈനലിൽ ലാസ്റ്റ് പെനാൾട്ടി അർജൻറ്റീനയുടെ പ്ലെയർ ഗോളാക്കിയാൽ മെസ്സിക്ക് വേൾഡ് കപ്പാണ്. ഗോളടിക്കാൻ മോണ്ടിയാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ മെസ്സിയും ഫ്രണ്ട്സ് ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കണായിരുന്നു. മെസ്സി തല ഉയർത്തി ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതെന്തായിരുന്നു? ഇറ്റ് കുഡ് ബി ടുഡേ ഗ്രാൻഡ് മദർ എന്നുള്ളതാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അതാരോ ലിപ്സിങ്ക് വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്പാനിഷിൽ അമ്മാമ്മയാണ് അവനെ കളിക്കാൻ വിട്ടത് കുട്ടിക്കാലത്ത്. ഇന്നാണോ ആ ദിവസം? ഓരോ ഗോൾ അടിക്കുമ്പോഴും അയാളിങ്ങനെ വിരലുയർത്തുന്നത് എന്നെ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കാൻ വിട്ട എൻ്റെ അമ്മാമ്മയ്ക്ക്. മെസ്സിയോട് ഞാൻ ഈ മെസ്സി അത്രയും ഭ്രാന്തമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് കണ്ടെത്താൻ പറ്റിയത്. മെസ്സിയോട് റേഡിയോ ഇൻ്റർവ്യൂ കേട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കി മെസ്സിയോട് ചോദിക്കുകയാണ്, മെസ്സി ആ ഫൈനൽ ഗോൾ അടിക്കാൻ മോണ്ടിയാൽ ഇങ്ങനെ വരുന്നു, മെസ്സി ഇങ്ങനെ നിന്നിട്ട് ഇറ്റ് കുഡ് ബി ടുഡേ ഗ്രാൻഡ്മ എന്ന് പറയുന്ന ആ പറച്ചിൽ ഭയങ്കര വൈറലാവുന്നുണ്ട്, എന്ത് തോന്നുന്നു? മെസ്സി പറഞ്ഞു, ഞാനതല്ല പറഞ്ഞത്, ഐ ഡിഡ്ന്റ് സേ ദാറ്റ്. മെസ്സി പറഞ്ഞത്, ദൈവമേ ഇനിയും എന്നെ പരീക്ഷിക്കില്ലേ. അദ്ദേഹം പറഞ്ഞത് 4 തവണ ഫൈനലിലെത്തിയിട്ട് ടീമിന് വേണ്ടി കപ്പെടുത്തു കൊടുക്കാൻ പറ്റാതെ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് പുറത്താക്കപ്പെട്ട മനുഷ്യനാണ് മെസ്സി. അയാളുടെ ജേഴ്സി ആളിൽ കത്തിച്ച് കളഞ്ഞു. ഇയാൾക്ക് മറഡോണയുടെ സ്കില്ലില്ലെന്ന് പറഞ്ഞു. 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ആ മനുഷ്യൻ തോറ്റപ്പോൾ ഒരുത്തം പോലും റിഗ്ഡ് എന്ന് പറഞ്ഞില്ല. ഒരുത്തം പോലും ഫിഫ പൈസ കൊടുത്ത് ഫൈനൽ എത്തിച്ചു എന്ന് പറഞ്ഞില്ല. കാരണം അയാൾ തോറ്റല്ലോ. ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫിഫ പോയി. ഇത് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റഡ്, ഒരു ഗോൾ അടിക്കാൻ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത അയാളാണ്. ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ചസ് അയാളാണ്. ഫുട്ബോളിൻ്റെ കീ ഫാക്ടേഴ്സ് എടുത്ത എല്ലാത്തിലും അയാൾ, അസിസ്റ്റ് ഏറ്റവും ഉള്ള അയാൾക്കാണ്. ഗോൾ സ്കോറിങ് ചാൻസസ് ക്രിയേറ്റ് അയാൾക്കാണ്. ആ മെസ്സി പറഞ്ഞത്, ഒരു മനുഷ്യനാവുന്നതിൻ്റെ എല്ലാം ഞാൻ ചെയ്തു, ഇനി നിനക്കെന്നെ പരീക്ഷിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് മെസ്സി പറഞ്ഞ് കണ്ണ് തുറക്കുന്നു. മോണ്ടിയാൽ ഗോൾ അടിക്കുന്നു. മെസ്സി ആ വേൾഡ് കപ്പ് ഉയർത്തുന്നു. മെസ്സിക്കത് പറയാൻ റൈറ്റ് ഉണ്ട്. കാരണം ആ മനുഷ്യൻ അതുപോലെ ടീമിന് വേണ്ടി കഷ്ടപ്പെട്ട് 2 തവണ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി, 4 തവണ ഫൈനലിൽ എത്തിച്ചു. 5ാമതൊരു വിജയം അയാൾ അർഹിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് ദൈവം എന്നെ സഹായിക്കണമെന്ന് പറയാം, ഒന്ന് പോടക്കാന്ന് പറയും ദൈവം. എനിക്കപ്പോൾ മെസ്സിയെക്കുറിച്ച് പറയാനുള്ള കാര്യം, ബി ലൈക്ക് മെസ്സി, കീപ്പ് ഓൺ ഗിവിങ് യുവർ 100%. എന്നെങ്കിലും നിങ്ങൾക്കും ഒരു ഡിസംബർ 18 ഉണ്ടാവും. താങ്ക് യു. ഹലോ. ഇത് പലതവണ പുള്ളി എഴുതേക്കുന്നു, അല്ലെങ്കിൽ ജിമ്മി പോണ പോലെ ഒരു 5 മണി. ഓഫ് കോഴ്സ് ഐ വിൽ ആൻസർ. തോമസിന്റെയും ബേസിലിന്റെ അവസ്ഥയാണ് ഞാൻ മൈക്കിന് വേണ്ടി കിടന്ന് പെടുന്നത്. എന്നാ ഞാൻ കേട്ടില്ലട്ടോ, സോറി. ഒരുമാതിരി ടോവിനോ തോമസിന്റെയും ബേസിലിന്റെ അവസ്ഥ പോലെ വെൽക്കം ടു ദി യൂണിവേഴ്സ് മാൻ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ല കാണുന്നത്, നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ച് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. 2023 അത്. അപ്പോൾ അതിനുശേഷം എൻ്റെ നാട്ടിൽ വെച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 2023 നിന്ന് 2024 കടന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സീനിയർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുപോലെയാണ് എന്നെ ചേട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്വന്തമായ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ എഴുതാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് കിട്ടിയ റെസ്പോൺസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹെവി.
കാരണം ഒരു തവണ പോലും എനിക്കൊരു ഹായ് പോലും അയക്കാത്ത എൻ്റെ പല ഫ്രണ്ട്സും എടാ കൊള്ളായിരുന്നടാ, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചാരന്മാരാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചിട്ടുള്ളത്. അതും പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല, 2-3 ചാപ്റ്ററുകൾ എത്തിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരു ബുക്ക് പോലും ഞാൻ ഇതുവരെ നേരെ ചൊവ്വ വായിച്ചിട്ടില്ല, അല്ലാതെയാണ് എഴുതുന്നത്. എൻ്റെ സ്വന്തം അനുഭവങ്ങളെ കുറച്ച് കൈയടിച്ചത് ഈ പവറായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിലെല്ലാം റിയൽ സ്റ്റോറീസ് ആയിരുന്നു. അപ്പോൾ ഞാനും റിയൽ സ്റ്റോറീസാണ് എൻ്റെ പേജിലൂടെ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യമായിരുന്നു, ഇങ്ങനെ റിയൽ സ്റ്റോറീസ് എഴുതാൻ പാടല്ലേ, എഴുതി കഴിഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സ് നിന്നോട് എന്ത് അവകാശത്തിലാണ് നീ എൻ്റെ കഥ എടുത്ത് എഴുതിയത് എന്നൊക്കെ ചോദിക്കാറില്ലേ. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ദൈർഘിപ്പിക്കുന്നില്ല. എൻ്റെ അച്ഛനെ പറ്റി ഒരു മോശമായിട്ടുള്ള അച്ഛൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്ന് എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നതിനെ പറ്റി ഞാൻ എഴുതിയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇമാതിരി എഴുത്തൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെ നോക്കി കാണുന്നു, ആ ക്യാരക്ടേഴ്സ് റിയലി വന്നു. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് എഴുത്തിൽ എൻ്റെ അധ്യാപകനെ പറ്റി എഴുതിയപ്പോൾ എടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നീ എന്നെ പറ്റി എഴുതുമെന്ന്. അപ്പോൾ രണ്ട് തലത്തിലാണ്. അപ്പോൾ ഇതിനെ സമ്മറൈസ് ചെയ്ത ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ദൈവത്തിൻ്റെ ചാരന്മാരിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത മനുഷ്യരുടെ എല്ലാം, ഞാൻ ഗ്ലോറിഫൈ ചെയ്ത മനുഷ്യരുടെ എല്ലാം റിയൽ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. എവിടെയെങ്കിലും എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ സ്ഥലവും പേരും വേറെയാണ്. ഇപ്പോൾ കോയമ്പത്തൂർ എന്നുള്ളത് ഹൈദരാബാദായിട്ടുണ്ട്, കറുകുറ്റി ചങ്ങനാശ്ശേരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെയാണോ പോസിറ്റീവ്ലി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ യഥാർത്ഥ പേര്, ദീപ് ചേട്ടൻ നേരത്തെ പറഞ്ഞ ദീപ് ചേട്ടൻ ബാംഗ്ലൂർ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത് പ്രിയ എന്ന് പറഞ്ഞ്, പ്രിയയുടെ ഒറിജിനൽ നെയിം അതല്ല. എന്നോട് എല്ലാവരും ചോദിക്കും പ്രിയ മറുപടി അയച്ചോ, എന്നോട് പ്രിയ അറിയില്ല. അതെന്നീലും അവളത് വായിക്കുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണോ ചിന്തിച്ചിട്ട് അവൾ വരണമെങ്കിൽ വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ഇൻ പബ്ലിക്. നിങ്ങൾക്ക് വേദന ഉണ്ടാക്കി ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ അതിന് പ്രതികാരമാർഗമായി കാണാതെ സിറ്റുവേഷനും അയാൾക്ക് തോന്നും ചിലപ്പോൾ ഇത് ഞാനായിരിക്കാം എന്ന രീതിയിൽ എഴുതിയാൽ മതി. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. പുസ്തകം വായിക്കപ്പെട്ടതിന് ശേഷം ഒരു കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. കത്തിൽ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിൽ അപ്പനെ പറ്റി എഴുതിയിട്ടുണ്ട്, അമ്മയെ പറ്റിയുണ്ട്, എന്തിനധികം അയൽപ്പക്കത്തുള്ള ആളുകളെ വരെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ആദർശിനെ പറ്റി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. അതിന് ജ്യേഷ്ഠൻ തന്നെ എഴുതിയതാവോ? ചേട്ടൻ്റെ കൈയക്ഷരം വളരെ മോശമാണോ? ഒരിക്കലും. ഇത് രസമുള്ള ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ചേട്ടനെ കാലങ്ങളായിട്ട് അറിയാമല്ലോ. പുള്ളി അങ്ങനെ ഒരു മനുഷ്യനെ അല്ല. പിന്നെ അത് അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പുറകിൽ. ഇനി അതും ചേട്ടൻ വ്യാജമാണെങ്കിൽ ഇന്ന് പോയിട്ട് ചോദിച്ചിട്ട് സ്റ്റാറ്റസ് ഇടാൻ രാത്രി. ഒരു കുടുംബം കളിക്കുമ്പോൾ എന്താണ് നിനക്ക് കിട്ടുന്നത്? ഇങ്ങനെ ഇത്രയൊക്കെ മതി. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I enjoyed. I hope you enjoyed. See you എവിടെയെങ്കിലും വെച്ച് കാണാം.